ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് 4th ഫെബ്രുവരിയുടെയും 5th ഫെബ്രുവരിയുടെയും അതുപോലെ 6th ഫെബ്രുവരിയുടെയും എല്ലാ ഷിഫ്റ്റിൻ്റെയും അനാലിസിസ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ലോങ് വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. എൻ്റെ ഷോർട്ട് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇനി ബാക്കി ഷിഫ്റ്റുകളിലെ അനാലിസിസ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇത് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The people of Harappan civilization were unknown to which metal? Okay, Harappan civilization ഏത് മെറ്റൽ ആയിരുന്നു unknown ആയിട്ടുള്ളത്? Okay, Harappan civilization, the people of Harappan civilization were unknown to which material? അയൺ ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അയൺ ആണ്. നമുക്ക് നോക്കാം. നമ്മുടെ അയണേജിന്റെ പീരീഡ് എപ്പോഴാണ്? അയണേജ് പീരീഡ് വരുന്നത് 1200 BCE to 500 BCE ആണ്. ഓക്കെ, നമ്മുടെ അയണേജ് പീരീഡ് വരുന്നത് എപ്പോഴാണ്? 1200 BCE to 500 BCE ആണ്. ആൻഡ് ഇൻ ദ സെയിം ടൈം നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം ലൈൻ വരുന്നത് എപ്പോഴാണെന്ന് നോക്കിയേ. നമുക്ക് 2500 BCE to 1500 BC ആണ്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൈമിൽ നമുക്ക് അയൺ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല. നമുക്ക് അവിടുത്തെ ഹാരപ്പൻ സിവിലൈസേഷനിലെ പീപ്പിൾ അൺനോൺ ടു വിച്ച് മെറ്റൽ ആണ്? അപ്പോൾ അയൺ ആണ്. ഓക്കെ, അയൺ അന്ന് നമുക്ക് ഡിസ്കവേർഡ് അല്ല. നമുക്ക് അയണേജ് വരുന്നത് എപ്പോഴാണ്? 1200 BCE നമുക്ക് അയണേജ് വരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ തീരുന്നത് എപ്പോഴാണ്? 1500 BCE ഓക്കെ അല്ലേ. സോ നമുക്ക് കുറച്ച് മെറ്റൽസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ദ മെറ്റൽസ് ദാറ്റ് ആർ നോൺ ടു ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്? ഗോൾഡ്, കോപ്പർ, ബ്രോൺസ്, ലെഡ്, സിൽവർ. ഇതൊക്കെ ഹാരപ്പൻ സിവിലൈസേഷനിലെ പീപ്പിളിന് നോൺ ആയിട്ടുള്ള മെറ്റൽസ് ആയിരുന്നു. ഏതൊക്കെയാണ്? ഗോൾഡ്, കോപ്പർ, ബ്രോൺസ്, ലെഡ്, സിൽവർ ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് അയൺ ആണ്. അയൺ ആണ് നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ പീപ്പിളിൽ അൺനോൺ ആയിട്ടുണ്ടായിരുന്ന ഒരു മെറ്റൽ. ആൻഡ് നോൺ ആയിട്ടുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? ഗോൾഡ്, കോപ്പർ, ബ്രോൺസ്, ലെഡ്, സിൽവർ ഒക്കെ നമുക്ക് നോൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് വാസ് എസ്റ്റാബ്ലിഷ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി? ഓക്കെ, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നമുക്കറിയാം. ഈ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് അതുപോലെ തന്നെ 1-2 സ്റ്റീൽ പ്ലാന്റ്സ് ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോവാം. നമുക്ക് ഈ സ്റ്റീൽ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഏത് ടൈമിലാണ്? നമ്മൾ സെക്കൻഡ് 5-year പ്ലാന്റ്, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിൽ സെക്കൻഡ് 5-year പ്ലാന്റ് ടൈമിലാണ് നമുക്ക് ഈ സ്റ്റീൽ പ്ലാന്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് ഈ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് കൺട്രിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മൾ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, UK യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതും ഏത് ടൈം പീരീഡിലാണ്? നമ്മുടെ സെക്കൻഡ് 5-year പ്ലാന്റ് ടൈമിലാണ് നമുക്ക് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം അറ്റ് വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ അതേ ടൈമിൽ വന്ന കുറച്ച് നമുക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് സ്റ്റീൽ പ്ലാന്റ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ്. ഓക്കെ, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒഡീഷയിലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജർമ്മനി. ഓക്കെ, ഏത് കൺട്രിയുടെ ഹെൽപ്പോട് കൂടിയാണ്? ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഭിലായി സ്റ്റീൽ പ്ലാന്റ് ആണ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് USSR. ഓക്കെ, USSRന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഭിലായി സ്റ്റീൽ പ്ലാന്റ് നമ്മൾ ഛത്തീസ്ഗഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ഓക്കെ, ഈ 3 സ്റ്റീൽ പ്ലാന്റും, 3 നമുക്ക് 4 സ്റ്റീൽ പ്ലാന്റ് നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇത് 4 നമ്മൾ നോക്കി വെക്കുക, പഠിച്ച് വെക്കുക. ഓക്കെ, വരുന്ന എക്സാംസിലും ഷിഫ്റ്റിലും എന്തായാലും കാണും. ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് എന്തായാലും കാണും. ഓക്കെ, സോ ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് വരുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, ജാർഖണ്ഡിലാണ് ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് വരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് USSR തന്നെയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് USSR. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഭിലായി സ്റ്റീൽ പ്ലാന്റും ഉണ്ട്, ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. രണ്ടും BB ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് USSR. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ആൻഡ് ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ്. ഇത് രണ്ടും ഒന്ന് ഛത്തീസ്ഗഡ്, ഒന്ന് രാജസ്ഥാനിലാണ്. ഓക്കെ, ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ആൻഡ് ബൊക്കാരോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇത് രണ്ടും വിത്ത് ദ ഹെൽപ്പ് ഓഫ് USSR ആണ്. ജർമ്മനിയുടെ ഹെൽപ്പോട് ഏതാണ്? ഒഡീഷയിലെ റൂർക്കേലയാണ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടി ചെയ്തേക്കുന്നത്. ഓക്കെ, ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, നമുക്ക് ദുർഗാപൂർ എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളിലായിരുന്നു. നമുക്ക് വെസ്റ്റ് ബംഗാളിലായിരുന്നു. ദുർഗാപൂർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ, ദുർഗാപൂർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്കോട്ട്, SCOT, സ്കോട്ട് വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എന്നാണ്. ഓക്കെ, സ്കോട്ട് എന്ന് പറയുന്നത് SCOT വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എന്നാണ്. സ്കോട്ടിൻ്റെ ഫുൾ ഫോം നോക്കി എന്താണ്?
സ്കോട്ടിന്റെ ഫുൾ ഫോം നോക്കിയാൽ എന്താണ്? സ്പേസ് സർക്കംസ്റ്റൻഷ്യൽ ഓർബിറ്റൽ ട്രാക്കർ. സ്പേസ് സർക്കംസ്റ്റൻഷ്യൽ ഓർബിറ്റൽ ട്രാക്കർ, SCOT, സ്പേസ് സർക്കംസ്റ്റൻഷ്യൽ ഓർബിറ്റൽ ട്രാക്കർ ആണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് എവിടെയാണ്? സ്കോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ബാംഗ്ലൂരിലാണ്. ഓക്കെ, അപ്പോൾ സ്കോട്ട് എന്താണ്? സ്പേസ് സർക്കംസ്റ്റൻഷ്യൽ ഓർബിറ്റൽ ട്രാക്കർ ആണ്, ലൊക്കേറ്റഡ് ഇൻ ബാംഗ്ലൂർ ആണ്. ആൻഡ് ഏത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്? ദിഗാന്തര. ഓക്കെ, ദിഗാന്തര എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് നമുക്ക് സ്കോട്ട് ഡെവലപ്പ് ചെയ്തതാണ് ദിഗാന്തര. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബാംഗ്ലൂരിലാണ്. ഫുൾ ഫോം എന്താണ്? സ്പേസ് സർക്കംസ്റ്റൻഷ്യൽ ഓർബിറ്റൽ ട്രാക്കർ. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കംസ് അണ്ടർ ദ പ്രൈമറി സെക്ടർ ഓഫ് ദി എക്കോണമി. ഓക്കെ, വാട്ട് കംസ് അണ്ടർ ദ പ്രൈമറി സെക്ടർ ഓഫ് ദി എക്കോണമി. നമുക്കറിയാം, നമുക്ക് എക്കോണമിക്ക് 3 സെക്ടറായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ. ഓക്കെ, ടെർഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടർ, പിന്നെ സെക്കൻഡറി സെക്ടർ ആൻഡ് പ്രൈമറി സെക്ടർ. അപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്ട്രി, ഫിഷിംഗ്, ക്വാറിയിങ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്? പ്രൈമറി ആയിട്ടുള്ള. ഓക്കെ, ഫസ്റ്റ് ഇതാണ് പ്രൈമറി സെക്ടറിൽ. അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്ട്രി, ഫിഷിംഗ്, ക്വാറിയിങ് ഒക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിലോട്ട് വരുമ്പോൾ എന്താ? ഇതിൻ്റെയൊക്കെ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, സെക്കൻഡറി സെക്ടറിലോട്ട് വരുമ്പോൾ എന്താണ് നടക്കുന്നത്? പ്രോസസ്സിംഗ് ഒക്കെയാണ് നടക്കുന്നത് ഇതിൻ്റെയൊക്കെ. അതേസമയം ടെർഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടറിൽ സർവീസ് അക്കൗണ്ട്, സർവീസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത്? ടെർഷ്യറി സെക്ടറിൽ വരുന്നത്. ഓക്കെ, സർവീസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏതിൽ? ടെർഷ്യറി സെക്ടറിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്ന ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്ട്രി, ഫിഷിംഗ്, ക്വാറിയിങ് ഒക്കെ ഏതിലാണ് വരുന്നത്? പ്രൈമറി സെക്ടർ ഓഫ് ദി എക്കോണമിയിലാണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൗങ്ലേസോൺ ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ചൗങ്ലേസോൺ ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, നമ്മളധികം നമുക്ക് കേട്ട് അത്ര നമ്മൾ SSCയിൽ നമ്മൾ യൂസ്ഡ് അല്ലാത്തൊരു ഡാൻസ് ഫോം ആണ് ഇത് ചൗങ്ലേസോൺ. ചൗങ്ലേസോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്? ഇറ്റ്സ് വിത്ത് മിസോറാം. ഓക്കെ, ഇറ്റ്സ് വിത്ത് മിസോറാം ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഡാൻസ് ആണ് ഏത്? ചൗങ്ലേസോൺ എവിടുത്തെയാണ്? മിസോറാമിൻ്റെ ആണ്. ആൻഡ് ഇറ്റ്സ് പെർഫോംഡ് ബൈ പവി ഓർ ലായി കമ്മ്യൂണിറ്റി ഓഫ് മിസോറാം. ഓക്കെ, പവി ഓർ ലായി കമ്മ്യൂണിറ്റി ഓഫ് മിസോറാം ആണ് ഏത് ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്? ചൗങ്ലേസോൺ. ഓക്കെ, അപ്പോൾ ചൗങ്ലേസോൺ ഇവിടെ ഏത് സ്റ്റേറ്റിലാണ്? മിസോറാമിലാണ്. ആൻഡ് ഇറ്റ്സ് പെർഫോംഡ് ബൈ പവി ഓർ ലായി കമ്മ്യൂണിറ്റി. ഓക്കെ, പവി ഓർ ലായി കമ്മ്യൂണിറ്റി. ഓക്കെ, കുറച്ചധികം അതർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസോറാം ഡാൻസസ് ആണ് ചെരാവ് ഡാൻസ്. നമുക്കറിയാം ബാംബു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ചിരാവ് ഡാൻസ്. ബാംബു ഡാൻസ് ഓർ ചിരാവ് ഡാൻസ് എവിടത്തെയാണ്? മിസോറാമിലാണ്. അതുപോലെ ചൈലം കുല്ലം ഒക്കെ മിസോറാമിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചൗങ്ലേസാൻ, ചൈലം, കുല്ലം, ചെറാവ്. ഒക്കെ നമുക്ക് ആക്ച്വലി യൂസ്ഡ് ആണ്. കുറച്ചുകൂടി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു മിസോറാമിൻ്റെ ഡാൻസ് ഫോംസ് ആണ്. then ഇന്ന് നമുക്ക് ചൗങ്ലേസാൻ. ഓക്കെ, ചൗങ്ലേസാൻ എവിടത്തെയാണ്? മിസോറാമിൻ്റെ ഡാൻസ് ഫോം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ഹിന്ദു കലണ്ടർ ഇൻ വിച്ച് മന്ത് ഈസ് ഗംഗ ദുസറ സെലിബ്രേറ്റഡ്? ഓക്കെ, ഗംഗ ദുസറ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ഹിന്ദു കലണ്ടർ ആണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹിന്ദു കലണ്ടർ ഇൻ വിച്ച് മന്ത് ഈസ് ഗംഗ ദുസറ സെലിബ്രേറ്റഡ്? ജ്യേഷ്ഠ മന്ത്. ഓക്കെ, ജ്യേഷ്ഠ മന്തിലാണ് ഹിന്ദു കലണ്ടർ പ്രകാരം ദുസറ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ്? ജ്യേഷ്ഠ മന്തിലാണ്. ഓക്കെ, ജ്യേഷ്ഠ മന്ത്. അത് ഇംഗ്ലീഷ് കലണ്ടറിലാകുമ്പോൾ എപ്പോഴായിട്ട് വരും? മെയ് ഓർ ജൂൺ മന്ത്സ് ആണ്. ഇത് ഇംഗ്ലീഷ് കലണ്ടറിൽ വരുമ്പോൾ അത് മെയ് ഓർ ജൂൺ മന്ത് ആയിട്ട് വരും. അതേസമയം ഹിന്ദു കലണ്ടർ പ്രകാരം ഏത് മന്താണ്? ജ്യേഷ്ഠ മന്ത്. ഓക്കെ, ഏതാണ്? ഗംഗ ദുസറ is celebrated on ജ്യേഷ്ഠ മന്ത്. ഓക്കെ, ജ്യേഷ്ഠ മന്ത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ ബേസിക് കമ്പോസിഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്? ഓക്കെ, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസിക് കമ്പോസിഷൻ അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഓർ ദ ബേസിക് കമ്പോസിഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് ഗീതം. ഓക്കെ, ഗീതമാണ് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ദ ബേസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലസ്റ്റ് ആൻഡ് ദ ബേസിക് കമ്പോസിഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് ഏതാണ്? ഗീതമാണ്. ആൻഡ് ഗീതത്തിൻ്റെ ക്രിയേറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പുരന്ദരദാസയാണ് നമ്മൾ ഗീതം കർണാട്ടിക് മ്യൂസിക്കിലെ ഗീതത്തിൻ്റെ ക്രിയേറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? പുരന്ദരദാസയാണ്. ഓക്കെ, പുരന്ദരദാസ. അപ്പോൾ സിംപ്ലസ്റ്റ് ആൻഡ് ഓഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോസിഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് ഏതാണ്? ഗീതമാണ്. ഓക്കെ, ഗീതമാണ്. ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റർ ഇസ് പുരന്ദരദാസ. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓതർ ഓഫ് ദ ബുക്ക് ഹിന്ദ് സ്വരാജ്. നമുക്കറിയാതെ ഹിന്ദ് സ്വരാജ് ഓതർ ആരാണ്?
മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ബുക്കാണ് ഹിന്ദ് സ്വരാജ്, വിച്ച് വാസ് റിട്ടൺ ഇൻ 1909. ഓക്കെ, 1909 മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകമാണ് ഏത്? ഹിന്ദ് സ്വരാജ്. അത് ഗുജറാത്തി ലാംഗ്വേജിലാണ് കേട്ടോ. ഏത് ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്? ഗുജറാത്തി ലാംഗ്വേജിലാണ്. ഓക്കെ, അപ്പം 1909 ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധി ഗുജറാത്തി ലാംഗ്വേജിൽ എഴുതിയ പുസ്തകമാണ്. ഓക്കെ, ഇപ്പോൾ ഗുജറാത്തി ലാംഗ്വേജിൽ 1909 മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകമാണ് ഏത്? ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ഇത് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് ആരുടെ വർക്കാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ആൻഡ് ഓൾസോ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക ആരുടെ ബുക്കാണ്? ഗാന്ധിയുടെ ബുക്കാണ്. ഓക്കെ, സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്കയും മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് മൈ ട്രൂത്ത്, അതുപോലെ തന്നെ ഹിന്ദ് സ്വരാജ്. ഇത് മൂന്നും നമുക്ക് മഹാത്മാഗാന്ധിയുടെ നോട്ടബിൾ വർക്ക്സ് ആണ്. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് പെർ 2011 സെൻസസ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ? ഓക്കെ, ഹയസ്റ്റ് പോപ്പുലേഷൻ ആസ് പെർ 2011 സെൻസസ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഇറ്റ്സ് UP. ഓക്കെ, ഉത്തർപ്രദേശ് ആണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശാണ്. സെക്കൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് ഉത്തർപ്രദേശാണ്. ആൻഡ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഏത് സ്റ്റേറ്റ് ആണ്? സിക്കിമാണ്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ എവിടെയാണ്? സിക്കിമാണ്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ വരുന്ന എവിടെയാണ്? സിക്കിമാണ്. ആൻഡ് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന എവിടെയാണ്? ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് പോപ്പുലേഷൻ വരുന്ന എവിടെയാണ്? സിക്കിമിലാണ്. പക്ഷേ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് സിക്കിം, ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് അരുണാചൽ പ്രദേശ്. അതുപോലെ ഹയസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് ഉത്തർപ്രദേശാണ്. പക്ഷേ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് ബീഹാറിലാണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് ബീഹാറിലും ഹയസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ അല്ലേ? ഇതിപ്പോൾ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശാണ്, ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിമാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ബീഹാറാണ്, ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അരുണാചൽ പ്രദേശാണ്. ഓക്കെ അല്ലേ? സോ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് വോളിബോൾ സെർവ്സ് ആണ്. ഓക്കെ, വോളിബോൾ സെർവ്സിൻ്റെ 3 മെയിൻ ടൈപ്സ് ആണ്. ആക്ച്വലി ഇതിൽ കൂടുതൽ സെർവ്സ് ഉണ്ട്, ബട്ട് 3 മെയിൻ ടൈപ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് വോളിബോൾ സെർവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലോട്ട് സെർവ്, ടോപ്പ് സ്പിൻ സെർവ് ആൻഡ് ജമ്പ് സെർവ്. ഇത് മൂന്നാണ് 3 മെയിൻ ടൈപ്സ്. അതായത് കോമ്പറ്റീഷൻസിലും കാര്യങ്ങളിലും ഒക്കെ മെയിൻ ആയിട്ട് എടുക്കുന്ന 3 ടൈപ്പ് ഓഫ് വോളിബോൾ സെർവ്സ് ഏതൊക്കെയാണ്? ഫ്ലോട്ട് സെർവ്, ടോപ്പ് സ്പിൻ സെർവ് ആൻഡ് ജംപ് സെർവ്. ഓക്കെ, ഫ്ലോട്ട് സെർവ്, ടോപ്പ് സ്പിൻ സെർവ് ആൻഡ് ജംപ് സെർവ്. ഓക്കെ, അല്ലാതെ ഓവർ ഹാൻഡ് സെർവ് അങ്ങനെ കുറച്ച് വേറെ സെർവ്സ് ഉണ്ട്. പക്ഷേ ഇത് മൂന്നാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻസിലൊക്കെ എടുക്കുന്ന 3 ടൈപ്പ് ഓഫ് സെർവ് ഏതൊക്കെയാണ്? ഫ്ലോട്ട് സെർവ്, ടോപ്പ് സ്പിൻ സെർവ് ആൻഡ് ജംപ് സെർവ്. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, The Envistats India report is released by which ministry? Okay, Envistats എന്താണ്? Environmental Statistics. Okay, Environmental Statistics India report ആണ്. Envistats India report is released by which ministry എന്നാണ്. Envistats India report is released by which ministry ആണ്? Ministry of Statistics and Program Implementation. MOSPI ആണ്. Okay, MOSPI, Ministry of Statistics and പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പി ആണ്. ഏത് റിപ്പോർട്ടാണ്? എൻവിസ്റ്റാറ്റ്സ് ഇന്ത്യ റിപ്പോർട്ട്. ഓക്കെ, എൻവിസ്റ്റാറ്റ്സ് എൻവയോൺമെൻറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എൻവിസ്റ്റാറ്റ്സ് ഇന്ത്യ റിപ്പോർട്ട് ഈസ് റിലീസ് ബൈ വിച്ച് മിനിസ്ട്രി ആണ്? മോസ്പി, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, മോസ്പി ആണ്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 2018 ഓക്കെ, 2018 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് 2025 റിപ്പോർട്ട്. അപ്പോൾ ഇറ്റ്സ് ദ 8th എഡിഷൻ ഓഫ് ദിസ് റിപ്പോർട്ടാണ്. ഓക്കെ, 8th എഡിഷൻ ഓഫ് ദിസ് റിപ്പോർട്ടാണ്. 2025 റിപ്പോർട്ട് വന്നത്. ദിസ് ഈസ് 8th എഡിഷൻ ഓഫ് ദിസ് റിപ്പോർട്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എപ്പോഴാണ്? 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻവിസ്റ്റാറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. നമ്മുടെ ക്ലൈമറ്റ്, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ്, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഏത്? എൻവിസ്റ്റാറ്റ്സ് ഇന്ത്യ റിപ്പോർട്ട്. ഇതിന് ക്ലൈമറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻവിസ്റ്റാറ്റ്സ് റിപ്പോർട്ട് മോസ്പി, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പി റിലീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇതിനാണ് ബൈ വിച്ച് പ്രോസസ് ഡു പ്ലാന്റ്സ് ജനറലി ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ. ഓക്കെ, എക്സസ് ആയിട്ട് വരുന്ന വാട്ടറിനെ എങ്ങനെയാണ് പ്ലാന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് ട്രാൻസ്പിറേഷൻ ആണ്. ഓക്കെ, പ്രോസസ്സിനെ പറയുന്നത് എന്താണ്? ട്രാൻസ്പിറേഷൻ ആണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സസ് ആയിട്ടുള്ള വെള്ളം, നമ്മൾ റൂട്ട്സ് അബ്സോർബ് ചെയ്തെടുക്കുന്ന എക്സസ് ആയിട്ടുള്ള വെള്ളം
നമ്മുടെ ലീവ്സ് ഇല്ലേ, പ്ലാന്റിലെ ലീവ്സിലുള്ള ചെറിയ പോർസ് വഴി അവരത് പുറത്തോട്ട് വേപ്പറിന്റെ ഫോമിലോട്ട് അവരത് റിലീസ് ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫിയറിലോട്ട് വാട്ടർ വേപ്പറിന്റെ ഫോമിൽ ഈ എക്സ്ട്രാ ആയിട്ട് വന്ന എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ എന്താണ് പ്ലാന്റ്സ് റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്താണ്? The process by which water is absorbed by plant roots moves through the plants and released as water vapor into the atmosphere through stomata. Stomata ആണ് നമ്മൾ പറഞ്ഞ സ്മോൾ പോർസ്. ഓക്കെ, ത്രൂ സ്റ്റൊമാറ്റ ഇൻ ദ ലീവ്സ്. ഓക്കെ, ലീവ്സിൽ സ്റ്റൊമാറ്റ വഴി എന്താണ് വാട്ടർ വേപ്പറിന്റെ ഫോമിൽ എക്സസ് ആയിട്ട് എടുത്ത വാട്ടറിനെ ലീവ്സ് റിലീസ് ചെയ്യും. ഓക്കെ, ഇത് ആക്ച്വലി ഇത് ട്രീസിലേക്ക് എന്താണ് അവരുടെ ഒരു കൂളിംഗ് എഫക്റ്റും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പ്ലാന്റ്സിൻ്റെയൊക്കെ അവരുടെ അറ്റ്മോസ്ഫിയറിൽ കൂളിംഗ് എഫക്റ്റും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പിറേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഏത് പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് എക്സസ് വാട്ടറിനെ ഗെറ്റ് റെഡി ചെയ്യുന്നത്? ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, ട്രാൻസ്പിറേഷൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Article 23 and 24 of the Constitution describes what? Article 23 and 24 of the Constitution എന്താണ്? Article 23 and 24 നമുക്കറിയാം അത് ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്? Article 23 and 24 റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? റൈറ്റ് എഗൻസ്റ്റ്. ഏത് ഫണ്ടമെന്റൽ റൈറ്റിലാണ് വരുന്നത്? റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ കീഴിലാണ് നമുക്ക് ഏത് ആർട്ടിക്കിൾ 23യും 24 നമുക്ക് വരുന്നത്. ഓക്കെ, റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 and 24 വരുന്നത് റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 23 24 എന്താന്ന് നോക്കാം. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 23. ആക്ച്വലി ആർട്ടിക്കിൾ 23 24 ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നല്ലോണം നോക്കി വെക്കുക. പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 23ലാണ്. അതുപോലെ ഫോഴ്സ്ഡ് ലേബറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 23ലാണ്. പിന്നെ ആർട്ടിക്കിൾ 24 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രൻ ഫാക്ടറീസിൽ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആണ് ഇവിടെ വരുന്നത്, ആർട്ടിക്കിൾ 24 വരുന്നത്. അത് ചിൽഡ്രൻ്റെ ഏജ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 14 ഇയേഴ്സ് ആണ് കേട്ടോ. 14 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഏജ് ആണ്? നോ ചൈൽഡ് ബിലോ 14 ഇയേഴ്സ് ആണ്. 14 ഇയേഴ്സ് ആണ്, അതുകൂടെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 14 ഇയേഴ്സ് ആണ്. ഓക്കെ, നോ ചൈൽഡ് ബിലോ 14 ഇയേഴ്സ് ക്യാൻ വർക്ക് ഇൻ ഹസാർഡസ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഹസാർഡസ് ആയിട്ടുള്ള ഏരിയസിൽ 14 ഇയേഴ്സ് ആണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. 14 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രനെയാണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ആസ് പെർ ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 24. റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലെ ആർട്ടിക്കിൾ 24ലാണ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് വരുന്നത്. ഓക്കെ അല്ലേ? 14 ഇയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ കജ്രി ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിന്റെ ഫേമസ് ഫോക്ക് ഡാൻസ് ആണ് കജ്രി? കജ്രി ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഉത്തർപ്രദേശിന്റെ ആണ്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ് ഏത്? കജ്രി. കജ്രി ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് ഉത്തർപ്രദേശ് ആണ്. ആൻഡ് ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലെ വേറെ കുറച്ച് ഫോക്ക് ഡാൻസ് കൂടി നമുക്ക് നോക്കാം. ചാർക്കൗല, റാസ്ലീല, ദാദ്ര നമുക്കറിയാം. ദാദ്ര, റാസ്ലീല, ചാർക്കൗല ഒക്കെ നമുക്ക് യു പിയിലെ ഫോക്ക് ഡാൻസേഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ യു പിയിലെ കാജ്രി, ചാർക്കൗല, റാസ്ലീല, ദാദ്ര ഒക്കെ ഉത്തർപ്രദേശിന്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ചാർക്കൗല, റാസ്ലീല, ദാദ്ര ഒക്കെ ഉത്തർപ്രദേശിന്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓതർ ഓഫ് ദ ബുക്ക് വെൻ ലവ് കെയിം കോളിംഗ്. ദ ഓതർ ഓഫ് ദ ബുക്ക് വെൻ ലവ് കെയിം കോളിംഗ്. വെൻ ലവ് കെയിം കോളിംഗ് എന്ന ബുക്കിന്റെ ഓതർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് പ്രീതി ഷെനോയ്. ഓക്കെ, പ്രീതി ഷെനോയ് ആണ് വെൻ ലവ് കെയിം കോളിംഗ്. വെൻ ലവ് കെയിം കോളിംഗ് എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? പ്രീതി ഷെനോയ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2020ലാണ് വെൻ ലവ് കെയിം കോളിംഗ് എന്ന ബുക്ക് പ്രീതി ഷെനോയുടെ വെൻ ലവ് കെയിം കോളിംഗ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോഴാണ് 2020ലാണ്. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് between 4th and 6th century CE which empire was in power and dominated India? 4th and 6th century CE between ഏത് which empire was in power in India എന്നാണ്? It's Gupta Empire. Okay, it's Gupta Empire which was founded by Chandragupta I in 319 AD. In 319 AD ചന്ദ്രഗുപ്ത 1 ഫൗണ്ട് ചെയ്ത ഗുപ്ത എംപയർ ആണ്.
ആൻഡ് ഈ പീരീഡ് ദിസ് പീരീഡ് ഈസ് കോൾഡ് ആസ് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ. ഗോൾഡൻ ഏജ്, ഗുപ്ത ഏജ് ആണ്, ഗുപ്ത പീരീഡ് ആണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. And the capital of Gupta Empire is Pataliputra. The capital of Gupta Empire is Pataliputra. And the empire decline on the 6th century due to Huna invasions. Huna invasions ആണ് ഇതിനെ ഡിക്ലൈൻ ആവാനുള്ള കാരണം ആൻഡ് ഇന്റേണൽ ടാക്സസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ മീൻസ് വാട്ട്? ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ നമുക്കറിയാം. ഡീസെൻട്രലൈസേഷൻ മീൻസ് എന്താ സെൻട്രൽ അതോറിറ്റിയിൽ നിന്നിട്ട് പവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഫങ്ഷൻസും ഒക്കെ നമ്മൾ ലോക്കൽ അതോറിറ്റീസിലോട്ട് ട്രാൻസ്ഫർ എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ലോക്കൽ അതോറിറ്റീസ് എന്താ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പോലുള്ള ലോക്കൽ അതോറിറ്റീസിന് കൂടുതൽ ഓട്ടോണമി ഓർ പവർ കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീസെൻട്രലൈസേഷൻ മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് or functions from a central authority to local or regional authorities, giving more autonomy to lower levels or root levels of government, more autonomy കൊടുക്കുന്നതാണ് decentralization. Okay, so the next question എന്ന് പറയുന്നത് Ruhr Industrial Plant is located in which country? Ruhr Industrial Plant located ചെയ്തിരിക്കുന്നത് എവിടെയാണ്? It's in Germany. Ruhr Industrial Plant is located in Germany, and the Ruhr region is a major industrial area. And then the specialty of Ruhr region is a major industrial area and it's rich in mineral resources. നമുക്ക് ഇന്ത്യയിൽ നമുക്ക് അതുപോലെ റിസംബ്ലൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ നമ്മൾ റൂർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിനെയാണ് നമ്മൾ റൂർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ റിച്ച് ഇൻ മിനറൽ റിസോഴ്സസിലേക്ക് അത് റിച്ച് ആണ്. ഇതിനൊരു റിസംബ്ലൻസ് ഉണ്ട് ഈ ജർമ്മനിയിലെ റൂർ ഏരിയ ആയിട്ട്. നമുക്കൊരു റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് റൂർ ഓഫ് ഇന്ത്യ നമ്മൾ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ നമ്മൾ റൂർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. Okay, so the next question is what does Hiranyagarbha mean? Hiranyagarbha means എന്താണ് Hiranyagarbha in Indian context ആണ് ചോദിക്കുന്നത്. അപ്പോൾ Hiranyagarbha means cosmic womb or the golden egg ആണ് അതിന്റെ മീനിങ് വരുന്നത്. cosmic womb ആണ്. And it means the source of creation, the first source of creation. നമ്മൾ ബ്രഹ്മയൊക്കെ നമ്മൾ ബ്രഹ്മ വിഷ്ണു ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇതിനെയാണ് നമ്മൾ കോസ്മിക് വോംബ് ആയിട്ടുള്ള ഹിരണ്യഗർഭ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോമിറ്റിംഗ് ഇസ് കൺട്രോൾഡ് ബൈ വിച്ച് പാർട്ട് ഓഫ് ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് വോമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇറ്റ്സ് മെഡുല്ല ഒബ്ലാങ്കട്ട. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കട്ടയില് കീമോ റെസീപ്റ്റർ ട്രിഗേഴ്സ് ഓൺ CTZ ആണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. വോമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയില് CTZ സോൺ ആണ്. നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കട്ടയില് CTZ സോൺ ആണ് വോമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്യുന്നത്. ആൻഡ് മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ അതർ ആക്ടിവിറ്റീസ് നോക്കുമ്പോഴത്തേക്ക് റെഗുലേഷൻ ഓഫ് കാർഡിയോവെസ്കുലർ റെസ്പിറേറ്ററി ഫങ്ഷൻസിന്റെ ഒക്കെ റെഗുലേഷൻ ഒക്കെ വരുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയിലാണ്. അതുപോലെ ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസ് ആണ് ഇതിന്റെ ഹങ്കറിനെയും തേഴ്സ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. ഇപ്പൊ മെഡുല്ല ഒബ്ലാങ്കട്ടയാണ് വോമിറ്റിംഗ്. മെഡുല്ല ഒബ്ലാങ്കട്ടയിലെ കീമോ റെസീപ്റ്റർ ട്രിഗർ സോൺ ആണ് ട്രിഗർ ചെയ്യുന്നത് വോമിറ്റിങ്ങിനെ. ഓക്കെ, സോ ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, so the next question is in which state is Barabar caves? Okay, Barabar caves locate ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിലാണ്. Barabar caves ബീഹാറിലെ ജഹനാബാദ് ഡിസ്ട്രിക്റ്റിലാണ്. ജഹനാബാദ് ഡിസ്ട്രിക്ട് ഓഫ് ബീഹാറിലാണ് നമ്മുടെ ബരാബർ കേവ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബരാബർ കേവ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ ജഹനാബാദ് ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is who founded Depressed Class Association? Depressed Class Association ഫൗണ്ട് ചെയ്തതാരാണ്? it was founded by B.R. Ambedkar. It was അപ്പോൾ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത് B.R. അംബേദ്കർ in 1930 ആണ്. 1930 ഇപ്പോൾ 1930 ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത് B.R. അംബേദ്കർ ആണ്. ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഒപ്രസ്ഡ് ക്ലാസ് ആൻഡ് ദർ പൊളിറ്റിക്കൽ. ഓക്കെ, അവരുടെ ഒപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. ഒപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ഫോം ചെയ്തത്. അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ എൻഷുർ ചെയ്യാനും അവരുടെ റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാനായിരുന്നു നമ്മുടെ B.R. അംബേദ്കർ 1930 ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ആര്യ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? നമുക്ക് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജിന്റെ ഫൗണ്ടർ ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ നമുക്ക് ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്
നമ്മുടെ സത്യശോധക് സമാജ് ആരായിരുന്നു? ജ്യോതിറാവ് പോലെ. ആര്യ സമാജ് ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ വാസ് റസിയ സുൽത്താന റിമൂവ്ഡ് ഫ്രം? റസിയ സുൽത്താൻ ആരാണ്? റസിയ സുൽത്താനയാണ് ദി ഫസ്റ്റ് ആൻഡ് ദ ഫീമെയിൽ, ഓൺലി ഫീമെയിൽ ആൻഡ് ദ ഫസ്റ്റ് സുൽത്താനേറ്റ് ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഒരേ ഒരു ഫീമെയിൽ ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ സുൽത്താനേറ്റ് ആണ്. ആര്? നമ്മുടെ റസിയ സുൽത്താന. And she was removed from throne in 1240 ത്രോണിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. പുള്ളിക്കാരുടെ റീൻ ഏരിയ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1236 to 1240 ആണ്. 1236 to 1240 ആണ്. She was the daughter of ഇൽതുത്മിഷിന്റെ ഡോട്ടർ ആണ് പുള്ളിക്കാരി. ഓക്കെ, ഇൽതുത്മിഷിന്റെ ഡോട്ടർ ആണ് റസിയ സുൽത്താന. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് when was International Space Station ISS formed ആണ്? അപ്പോൾ ISS was launched on 20th November 1998 20th നവംബറിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത്. 20th November 1998 ആണ്. സാരിയാണ് ദ ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് ISSന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സാരിയ. സാരിയ മീൻസ് സൺറൈസ്, ഐ ഗസ് ഡോൺ. സാരിയ മീൻസ് റഷ്യനിൽ സൺറൈസ് ഡോൺ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ever the orbital inclination of ISS has an orbital inclination of 51.6 degree to the equator ആയിട്ട്. orbital inclination of ISS to the equator എന്ന് പറയുന്നത് 51.6 ആണ്. 51.6 degree ആണ്. Okay, so the next question is Jammu Kashmir was not included in which? Okay, ഒരു സെൻസസിൽ നമുക്ക് ജമ്മു കാശ്മീർ ഇൻക്ലൂഡ്, ആക്ച്വലി ഒന്നിലല്ല രണ്ട് സെൻസസിൽ നമുക്ക് ജമ്മു കാശ്മീർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡ്യൂ ടു മിലിറ്റൻസി ആൻഡ് പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് കാരണം നമുക്ക് രണ്ട് നമ്മുടെ സെൻസസിൽ നമുക്ക് ജമ്മു കാശ്മീർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ 1951 അതുപോലെ 1991 നമുക്ക് സെൻസസിൽ ജമ്മു കാശ്മീർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് സെൻസസ് എടുക്കുന്ന എത്ര വർഷത്തിലാണ്? 10 years കൂടുമ്പോഴാണ് നമുക്ക് സെൻസസ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ആസാം വാസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ 1981 സെൻസസിൽ നമുക്ക് ആസാം ഇൻക്ലൂഡ് ചെയ്തില്ല. ആസാം ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് സെൻസസിലാണ്? അപ്പോൾ 1981 ആസാമിന്റെ സെൻസസ് നമ്മൾ എടുക്കാത്തത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Which lake in Himachal is famous for its floating islands? ഹിമാചൽ പ്രദേശിലുള്ള which lake in Himachal Pradesh is famous for its floating islands and is considered sacred by Hindus, Buddhists? Okay, ഹിന്ദുസും ബുദ്ധിസ്റ്റും സിഖും സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ലേക്കാണ്. അത് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഫ്ലോട്ടിംഗ് ഐലൻഡ്സ്. ഇറ്റ് ഈസ് റെവൽസർ ലേക്ക്, ഓൾസോ നോൺ ആസ് സോപെമ. TS സൈലന്റ് ആയിരിക്കും. സോപെമ Ravelsar Lake. Okay, so the next question is UN Kabgyat is the festival of which state? UN Kabgyat എന്ന് പറയുന്നത് എവിടുത്തെ ഫെസ്റ്റിവൽ ആണ്? ഏത് സ്റ്റേറ്റിലെ ഫെസ്റ്റിവൽ ആണ്? It is a festival of Ladakh ആണ്. It's primarily celebrated in Lamayuru Monastery, also known as Ladakh's Hemis Festival. Okay, ലഡാക്കിന്റെ ഹെമിസ് ഫെസ്റ്റിവൽ. ഓക്കെ, UN Kabgyat ആണ്. നമുക്ക് ഹെമിസ് ഫെസ്റ്റിവൽ നമുക്ക് വളരെ എന്താ പറയാ പരിചിതമാണ്. ബട്ട് UN Kabgyat ഈസ് ഓൾസോ നോൺ ആസ് എ ഹെമിസ് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഇത് ലഡാക്കിലെ ഫെസ്റ്റിവൽ ആണ്. ആൻഡ് ഇറ്റ്സ് പ്രൈമർലി സെലിബ്രേറ്റഡ് ലമായൂറു മൊണാസ്ട്രി. ഇത് മൊണാസ്ട്രിയിലാണ്? ലമായൂറു മൊണാസ്ട്രിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി വാസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് 5-year plan? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8th 5-year പ്ലാനിലാണ്. ഓക്കെ, 8th 5-year പ്ലാനിലാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8th 5-year പ്ലാൻ ഏതാണ്? ഇയർ 5 years 1992 to 1997 ആയിരുന്നു. 1992 to 1997. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് in which layer of atmosphere is radio transmission possible? എന്നാൽ എവിടെയാണ്? അയണോസ്ഫിയറിലാണ് റേഡിയോ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിട്ട് വരുന്നത്. വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ? ഐ തിങ്ക് അയണോസ്ഫിയറും തെർമോസ്ഫിയറിലും പോസിബിൾ ആണ്. ഐ ഗസ് യെസ്, തെർമോസ്ഫിയറിലും ഉണ്ട്. ഓക്കെ, സോ അയണോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു പബ്ലിഷ് ദ ഗോൾഡൻ ത്രെഷോൾഡ്?
ഹു പബ്ലിഷ് ദ ഗോൾഡൻ ത്രഷോൾഡ്. ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ്. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സരോജിനി നായിഡു ഇൻ 1905. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സരോജിനി നായിഡു ഇൻ 1905. ദ ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് ആണ്. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സരോജിനി നായിഡു ഇൻ 1905. Okay, so the next question. Festival Baisakhi is celebrated on the banks of which river? Festival Baisakhi. Baisakhi festival everyone celebrated on the banks of which river? Biasa. Okay, Biasa. Festival Baisakhi is celebrated on the banks of which? Okay, so the next question is Festival Baisakhi is celebrated on the banks of which river? Baisakhi festival നമുക്കറിയാം ഹിമാചൽ പ്രദേശിലെ ഫെസ്റ്റിവൽ ആണ് Baisakhi. It is celebrated on the banks of Bias, river Bias. In 1969, which was the only nationalized bank in India. നമുക്കറിയാം നാഷണലൈസേഷൻ നടന്നത് 1969 അപ്പോൾ അതിന് മുന്നേ the only nationalized bank in India was State Bank of India. It was originally known as Imperial Bank of India. Later നമുക്ക് റീനെയിം ചെയ്തതാണ് State Bank of India എന്ന്. It was originally known as Imperial Bank of India. Okay, so its nationalization was done on 1st July 1955 on the recommendations of Goriwala Committee. Goriwala Committeeയുടെ റെക്കമെൻഡേഷൻസിലാണ് നമുക്ക് ഈ ബാങ്കിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ നടക്കുന്നത് on 1st July 1955. Okay, so the second question is who succeeded to the Mauryan throne after Chandragupta Maurya? അപ്പം നമുക്കറിയാം Chandragupta Maurya is the founder of Mauryan Empire and he is the first emperor of Mauryan Empire. അപ്പം ആഫ്റ്റർ ചന്ദ്രഗുപ്ത മൗര്യ ഹു സക്സീഡ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഹിസ് സൺ ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യയുടെ മകനായിട്ടുള്ള ബിന്ദുസാരയാണ്. പുള്ളിക്കാരൻ്റെ റീൻ പീരീഡ് എന്ന് പറയുന്നത് ഇസ് 297 BC to 273 BC. ഓക്കെ, ആൻഡ് ബിന്ദുസാരയുടെ സൺ അശോകയാണ് തേർഡ് എംപയർ ആവുന്നത്. സെക്കൻഡ് എംപയർ ഇസ് ബിന്ദുസാര ആൻഡ് ദ തേർഡ് എംപയർ ആവുന്നത് ഇസ് ബിന്ദുസാരയുടെ മകനായിട്ടുള്ള അശോക ദ ഗ്രേറ്റ് ആണ്. പുള്ളിക്കാരൻ്റെ റീൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 273 BC to 232 BC ആണ്. ആൻഡ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ മൗര്യൻ എംപയർ എന്ന് പറഞ്ഞാൽ ബൃഹദ്രഥയാണ് നമ്മുടെ ലാസ്റ്റ് റൂളർ ഓഫ് ദി മൗര്യൻ എംപയർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹിസ് റീൻ പീരീഡ് ഈസ് ഫ്രം 1807 BC to 1805 BC. 1807 BC to 1805 BC ആണ് ബൃഹദ്രഥയുടെ റീൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ബൃഹദ്രഥ വാസ് മർഡർഡ് ബൈ ഹിസ് ഓൺ കമാൻഡർ ആയിട്ടുള്ള പുഷ്യമിത്ര ശുംഗയാണ് ബൃഹദ്രഥയെ മർഡർ ചെയ്യുന്നത്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ ന്യൂ ഡൈനാസ്റ്റി കോൾഡ് ശുംഗ ഡൈനാസ്റ്റി ഇൻ 1805 BC. 1805 BCയിൽ ശുംഗ ഡൈനാസ്റ്റി കൊണ്ടുവരുന്ന ആരാണ്? അപ്പോൾ പുഷ്യമിത്ര ശുംഗയാണ് ബൈ മർഡറിങ് Brihadratha, who was the last ruler of the Mauryan Empire. Okay, so the next question is ticks and cuscata are the examples of which type of organisms? ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ ആണ് ടിക്സ് ആൻഡ് കസ്കട്ട? ദേ ആർ പാരസൈറ്റ്സ്. അപ്പം നമുക്കറിയാം പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് ഓൺ അതർ ലിവിങ് ഓർഗാനിസം. അവരൊരു ഹോസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ഫോർ ന്യൂട്രീഷൻസ് ആൻഡ് അവരുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും അവർ വേറൊരു ഓർഗാനിസത്തിനെ ഹോസ്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വളരുന്ന ചെടികളാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ടിക്സ് ആൻഡ് കസ്കട്ട. അപ്പോൾ ഇതിൽ കസ്കട്ട ഇസ് എ പ്ലാന്റ് പാരസൈറ്റ്. ഓക്കെ, കസ്കട്ട ഇസ് എ പ്ലാന്റ് പാരസൈറ്റ് ആൻഡ് ടിക്സ് ഈസ് ആൻ ആനിമൽ പാരസൈറ്റ് ആണ്. കസ്കട്ട ഒരു പ്ലാന്റ് പാരസൈറ്റ് ആണ്. അതുപോലെ ടിക്സ് എന്ന് പറയുന്നത് ഈസ് ആൻ ആനിമൽ പാരസൈറ്റ്. ഓട്ടോട്രോഫ്സ് എന്താണ്? ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. അതായത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്സ്. ദേ ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. ആൻഡ് സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ് ആര്? സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. Okay, so the next question is who is the author of the novel Anantamath? Anantamath നമുക്കറിയാം, നമുക്ക് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേമാതരം എഴുതിയിട്ടുള്ള അനന്തമത്തിൽ നിന്നാണ്. ഇറ്റ് ഈസ് എ ബംഗാളി നോവൽ റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ നോവലാണ് അനന്തമത്ത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1882. ഇറ്റ്സ് എ ബംഗാളി നോവൽ. അതിൽ നിന്നാണ് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേമാതരം എടുത്തിട്ടുള്ളത്. Okay, so the next question എന്ന് പറഞ്ഞാൽ what type of musical instruments are called membranophones? Okay, musical instruments membranophones എന്ന് വിളിക്കുന്നത് the instruments that produce skin by beating on a membrane. അതിൻ്റെ സ്കിന്നിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ്, ലൈക്ക് നമ്മുടെ തബല പോലെയുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ membranophones എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ധോലക്, തബല, മൃദംഗം, ഡ്രം. ഇതൊക്കെ നമുക്ക് അതിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് membranophones. membranophones പോലെ തന്നെയാണ് നമുക്കുള്ളത്
ക്രോഡോഫോൺസ്, എയറോഫോൺസ് ആൻഡ് ഇഡിയോഫോൺസ് വരുന്നുണ്ട്. ഈ ക്രോഡോഫോൺസ് എന്ന് പറയുന്നത് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് ഗിത്താർ, വീണ പോലുള്ള സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനാണ് നമ്മൾ ക്രോഡോഫോൺസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എയറോഫോൺസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഫ്ലൂട്ട്, ഷെഹനായി പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ച മെംബ്രാനോഫോൺസ്, അത് നമ്മൾ അതിൽ ബീറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് മെംബ്രാനോഫോൺസ്. ദെൻ സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് ക്രോഡോഫോൺസ് ആൻഡ് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇഡിയോഫോൺസ്. ഇഡിയോഫോൺസ് ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓർ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ടേം ചാൽക്കോലിത്തിക്. ചാൽക്കോലിത്തിക് ഏജ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ട്രാൻസിഷണൽ എറയാണ് കേട്ടോ. ബിറ്റ്വീൻ നിയോലിത്തിക്കും ബ്രോൺസ് ഏജിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ട്രാൻസിഷണൽ എറയാണ് ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിനോട്ട്സ് കോപ്പർ സ്റ്റോൺ ഏജ്. ആക്ച്വലി ആ ഒരു ഏജിൽ നമുക്ക് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ സ്റ്റോൺസും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാൽക്കോലിത്തിക് ഏജ് ഡിനോട്ട് ചെയ്യുന്നത് കോപ്പർ സ്റ്റോൺ ഏജിനെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ഗ്യാസസും ലിക്വിഡ്സും ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് എന്ത് ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഗ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആണ്. ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡ്രാഗ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഡ്രാഗ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ലോവസ്റ്റ് ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഏതാ വരുന്നത്? It's a troposphere. The lowest level of the atmosphere is troposphere, and troposphere average height എന്ന് പറയുന്നത് is 13 kilometers, 8 miles above ആണ്. അതായത് 13 kilometers ആണ് ഏതാ വരുന്നത്? നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് അറ്റ്മോസ്ഫിയർക്ക് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് അത് കഴിഞ്ഞ് വരുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ആ ലെയറിലാണ് നമുക്ക് എന്തുള്ളത്? ഓസോൺ ലെയർ ഒക്കെ വരുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ഇസ് ട്രോപ്പോസ്ഫിയർ, ദെൻ കംസ് ദ സ്ട്രാറ്റോസ്ഫിയർ. നമുക്ക് ഓസോൺ ലെയർ ഒക്കെ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ കംസ് ദ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ് ഓർ ദ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് ഏറ്റവും ഹൈയസ്റ്റ് വൺ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കുംബി is the folk dance form of which state? കുംബി is the folk dance form of which state ആണ്? ആൻസർ ഇസ് ഗോവ. ഗോവയിലെ കുംബി എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആണ് കുംബി ഡാൻസ്. ആൻഡ് അതർ ഫോക്ക് ഡാൻസേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഫുഗ്ഡി, ധാലോ, ദേഖ്നി. ഫുഗ്ഡി, ധാലോ, ദേഖ്നി ഒക്കെ അതർ ഫോക്ക് ഡാൻസേഴ്സ് ഓഫ് ഗോവയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ ലജ്ജ. ലജ്ജ എഴുതിയതായിരുന്നു നമുക്കറിയാം, നമുക്ക് തസ്ലിമ നസ്രീനാണ് ദ ഓതർ ഓഫ് ദ നോവൽ ലജ്ജ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആർക്കിടെക്ചർ പഞ്ച്മഹൽ ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ് ബൈ. പഞ്ച്മഹൽ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ് ബൈ വിച്ച് സ്റ്റൈൽ എന്നാണ്. ദ ആൻസർ ഈസ് ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചർ. ഓക്കെ, ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചർ, അതായത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ സ്റ്റൈൽസ് ഒക്കെ ഉള്ള ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് പഞ്ച്മഹൽ എന്ന് പറയുന്നത്. And this Panch Mahal in Fatehpur Sikri, Agra is a structure built by Akbar. Akbar built ചെയ്തൊരു സ്ട്രക്ചർ ആണ് ഈ ഫത്തേപൂർ സിക്രിയിലെ എന്താ പഞ്ച് മഹൽ എന്ന് പറയുന്നത്. Okay, so the next question is Humayun's tomb എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? Humayun's tomb is located in Delhi and it was recognized as a UNESCO World Heritage Site in 1993. 1993 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. ഏതിനെയാണ്? ഹുമയൂൺസ് ടോംബിനെ. Okay, so the next question is with the help of which agent does a pea plant climb up? Okay, with the help of which agent does a pea plant ഒക്കെ climb up ചെയ്യുന്നത്? with the help of ടെൻഡ്രിൽസ് ആണ്. ടെൻഡ്രിൽസിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് എന്താ പീ പ്ലാന്റ്സ് ഒക്കെ ക്ലൈംബ്, അത് ഈ പാരസൈറ്റ്സ് പോലുള്ള പ്ലാന്റ്സ് ഒക്കെ ക്ലൈംബ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ടെൻഡ്രിൽസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് വാട്ട് ഇൻ്റർവെൽ ഓഫ് ഇയേഴ്സ് ഈസ് മഹാകുംഭ് ഓർഗനൈസ്ഡ്? ഓക്കെ, മഹാകുംഭ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 12 ഇയേഴ്സിൽ ഒരിക്കലാണ് നമുക്ക് മഹാകുംഭ് നമുക്ക് വരുന്നത്. മഹാകുംഭ് ഹെൽഡ് ചെയ്ത് ഇപ്പം നമുക്ക് 2025 നമുക്ക് മഹാകുംഭ് ഉണ്ടായിരുന്നു. ഐ ഗസ് ഫ്രം ജാനുവരി 13 to 14 ഫെബ്രുവരി എന്തായിരുന്നു, 13 to 16 ഫെബ്രുവരി എന്തായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഓൾസോ ദെൻ ദ മഹാകുംഭ് ഈസ് ഹെൽഡ് അറ്റ് പ്രയാഗ്രാജിലായിരുന്നു. ഇപ്പോൾ 2025 മഹാകുംഭ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, okay, so the next question is author of Brihadeshi.
Okay, so the next question is the author of Brihadeshi. The author of Brihadeshi is Matanga Muni. Matanga Munideയാണ് എന്താണ് the author of Brihadesh. Brihadesh ആരുടെയാണ്? മതംഗ മുനിയുടെയാണ്. മതംഗ മുനി. ഓക്കെ, നമുക്കറിയാം ഭരതമുനി ഇതുപോലെ വരുന്നതാണ്. നമുക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്രമൊക്കെ വരുന്നത് ഭരതമുനിയുടെയാണ് ഇത് നാട്യശാസ്ത്ര. ആൻഡ് മതംഗ മുനിയുടെയാണ് ബൃഹദേശി. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേറ്റ് സോളിഡ് ബിക്കംസ് ലിക്വിഡ്. സോളിഡ് ആയിട്ടുള്ള ഐറ്റം ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഐസ് വെള്ളമാവുന്നത് ആ ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് എ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേറ്റ് വിച്ച് ലിക്വിഡ് ബിക്കംസ് ഗ്യാസ്. ഓക്കെ, ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഗ്യാസ് ആവുന്ന ലിക്വിഡ് ആയിട്ടുള്ളത് ഗ്യാസ് ആവുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് എ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് എന്നാൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബിക്കം സോളിഡ്. ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം സോളിഡ് ആവുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലെ ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്സിജൻ. Oxygen is the most abundant element by mass. Okay, oxygen is the most abundant element by mass in Earth's crust. അതുപോലെ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് അറ്റ്മോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നൈട്രജൻ. ഓക്കെ, മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് അറ്റ്മോസ്ഫിയർ പറയുമ്പോൾ ഇറ്റ്സ് നൈട്രജൻ. മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓൺ എർത്ത് ക്രസ്റ്റ് പറയുമ്പോൾ അത് ഓക്സിജൻ ആണ്. ആൻഡ് നൈട്രജൻ 78% അബണ്ടന്റ് ഗ്യാസ്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് 78%. വിനോദ 78% ഉള്ളത് ഇറ്റ്സ് നൈട്രജൻ. Then the most abundant metal ഏതാണ് എർത്ത് ക്രസ്റ്റിൽ? ഇറ്റ്സ് അലൂമിനിയം. അലൂമിനിയം ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഏറ്റവും അബണ്ടന്റ് ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അലൂമിനിയം. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്സിജൻ. ഏറ്റവും ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് രത്തൻവാടി ഘർ എന്ന് പറയുന്നത് ഇസ് എ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഫോക്ക് ഡാൻസ് ആണ് രത്തൻവാടി ഘർ എന്ന് പറയുന്നത്. അതുപോലെ ഗർഭ, നമുക്ക് ഗുജറാത്തിൽ നമുക്കറിയാം ഗർഭ ഡാൻഡിയ ഒക്കെ നമ്മുടെ ഗുജറാത്തിൻ്റെ ഫോക്ക് ഡാൻസുകളാണ്, അതിൽ വരുന്നതാണ് രത്തൻവാടി ഘർ. ആൻഡ് ഇത് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിയുടെ ടൈമിലാണ്, ഹോളി ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് നമ്മൾ രത്തൻവാടി ഘർ എന്ന് പറയുന്നത് ഫോക്ക് ഡാൻസ് കൂടുതലും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് ബുഷു ഫെസ്റ്റിവൽ ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ബുഷു ഫെസ്റ്റിവൽ? ഓക്കെ, ബുഷു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ആസാം. ഓക്കെ, അപ്പോൾ ആസാമിലെ ഫെസ്റ്റിവലാണ് ഇത് ബുഷു ഫെസ്റ്റിവൽ. ഓക്കെ, നമുക്കറിയാം ബീഹു എവിടത്തെയാണ്? ആസാമിലെയാണ്. അപ്പോൾ ബീഹു പോലെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഇത് ബുഷു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബീഹു ബുഷു. ബുഷു ഫെസ്റ്റിവൽ എവിടത്തെയാണ്? ആസാമിലെയാണ്. ബീഹു എവിടത്തെയാണ്? ആസാമിലെയാണ്. ഓക്കെ, സോ അപ്പോൾ ബുഷു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് ട്രൈബാണ്? ഇറ്റ്സ് ബൈ ദിമാസ ട്രൈബ്. ദിമാസ ട്രൈബ് ഓഫ് ആസാം. ദിമാസ ട്രൈബ് ഓഫ് ആസാം ആണ് ബുഷു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദിമാസ ട്രൈബിൻ്റെ മറ്റൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് മദായി. ഓക്കെ, മദായിയും ബുഷുവും ആ രണ്ട് ഫെസ്റ്റിവൽസും ആരാണ്? ദിമാസ ട്രൈബാണ്. ദിമാസ ട്രൈബ് ഓഫ് ആസാം ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബുഷു ഫെസ്റ്റിവൽ ആസാമിലെ ദിമാസ ട്രൈബാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the next question is the minimum number of points a player must score to win a game in tennis. The minimum number of points a player must score to win a game in tennis. ടെന്നീസിൽ നമുക്കറിയാം, ടെന്നീസിൽ എങ്ങനെയാണ് സ്കോറിംഗ് പോയിന്റ്സ് വരുന്നത്? 0 is called love, right? ലവ് ആണ്. നമുക്ക് 0 പോയിന്റ്സ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലവ് എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഓരോ പോയിന്റ്സ് എടുക്കുമ്പോൾ നമുക്കത് പോകുന്നത് എങ്ങനെയാണ്? 15, 30, 40 അങ്ങനെയാണ് നമുക്ക് പോയിന്റ്സ് പോകുന്നത്. എങ്ങനെയാണ്? 15, 30, 40. ഇപ്പോൾ ഈ 40 ആയിട്ടുള്ള ടൈ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂസ് നമുക്കറിയാം. ഡ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? 40 ലവ് നമുക്കിതിൽ ലവ് നമുക്ക് 0 ആണ്. 0 പോയിന്റ്സ് സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം എത്ര പോയിന്റ് വേണം? നമുക്ക് 4 പോയിന്റ്സ് ആണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് 4 പോയിന്റ്സ് ആണ് നമുക്ക് മിനിമം വേണ്ടത്. ഓക്കെ, ടു വിൻ എ ഗെയിം ഇൻ ടെന്നീസിൽ നമുക്ക് മിനിമം വേണ്ടത് 4 പോയിന്റ്സ് ആണ്. ടെന്നീസിൽ എങ്ങനെയാണ് നമുക്ക് പോയിന്റ്സ് സ്കോറിംഗ് പോകുന്നത്? 0, 15, 30, 40 അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, 0 നമ്മളെന്താ ലവ് എന്ന് പറയുന്നത് ഏതിലാണ്? ടെന്നീസിലെ 0 പോയിന്റ്സ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് തത്വാദ്യ. നമുക്കറിയാം. തത്വാദ്യ എന്താണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കേട്ടോ. തത്വാദി ഏതാണ്? സ്ട്രിങ്ഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്രോഡോഫോൺസ്, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, ക്രോഡോഫോൺസ്, എയറോഫോൺസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ ക്രോഡോഫോൺസ് ആണ് തത്വാദിയ. ഓക്കെ, തത്വാദിയ ഏതാണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സിനെയാണ് തത്വാദിയ എന്ന് പറയുന്നത്. ദേ ആർ ക്ലാസിഫൈഡ് ആസ് ക്രോഡോഫോൺസ്. ഓക്കെ, ക്രോഡോഫോൺസ്. അപ്പോൾ തത്വാദിയ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സിത്താർ, വീണ, ഗിത്താർ, ഇതൊക്കെ നമുക്ക് ഏതാണ്? സിത്താർ, വീണയൊക്കെ നമുക്ക് സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, ദേ ആർ കോൾഡ് ആസ് തത്വാദിയ. തത്വാദിയ ഓർ ദേ ആർ ക്ലാസിഫൈഡ് ആസ് ക്രോഡോഫോൺസ്. ക്രോഡോഫോൺസ്, തത്വാദിയ, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം സെയിം ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് ഇത് ഒക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടായിരുന്നു. സോ ശ്രദ്ധിക്കുക, നമുക്ക് ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, so the next question is, adrenaline hormone is secreted by which gland? Adrenaline hormone ഏത് ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ബൈ അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് ആണ് അഡ്രിനാലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അഡ്രിനാലിൻ ഹോർമോൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ്. ഓക്കെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ്. അതുപോലെ തന്നെ എമർജൻസി ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത് ഏതിനെയാണ്? അഡ്രിനാലിൻ ഹോർമോൺസിനെയാണ്. ഓക്കെ, അപ്പോൾ അഡ്രിനാലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഏതാണ്? ഗ്രോത്ത് ഹോർമോൺസ് ആണ്. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺസ് ആണ് ഏത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അഡ്രിനാലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ്. അതുപോലെ ഫൈറ്റ് ഹോർമോൺസ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത് അഡ്രിനാലിൻ ഹോർമോൺ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് തൈറോക്സിൻ ഹോർമോൺസ്. തൈറോക്സിൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിൽ കീപ്പായിട്ട് പ്ലേ ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. ഓക്കെ, തൈറോക്സിൻ ഹോർമോൺ ആണ്. അപ്പോൾ ഈ തൈറോക്സിൻ ഹോർമോൺ സെക്രീറ്റഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് ആണ് തൈറോക്സിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെയർ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ GDP ഡ്യൂറിങ് 1950-51. ഓക്കെ, 1950-51 നമുക്കറിയാം പ്രിഡോമിനൻ്റ്ലി നമ്മുടെ എക്കോണമി ഒരു അഗ്രികൾച്ചറൽ എക്കോണമി ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ എന്താ പറയുക ഷെയർ വിൽ ബി മച്ച് ലെസ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 11.8 to 13% ആണ്. അപ്പോൾ ഷെയർ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ GDP ഡ്യൂറിങ് 1950-51 ടൈമിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഷെയർ എത്രയാണ്? ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യില്ല, സ്റ്റിൽ ലൈക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 11.8 to 13%. ഓക്കെ, 11.8 to 13%. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓൺ 13th April 19. ഓക്കെ, 13 April 1919 ഏത് സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് ആണ് നടന്നത്? 13 April 1919 ദ ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഓക്കെ, 13th April 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഇത് എവിടെയാണ് നടന്നത്? അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. അത് ഒരു സ്പെഷ്യൽ ഡേയിലായിരുന്നു. ഏത് ഡേ? ബൈസാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു ഈ ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഇൻ അമൃത്സർ ഇൻ പഞ്ചാബ്. ഓക്കെ, പഞ്ചാബിലെ അമൃത്സറിലെ 13 April 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ബൈസാഖി ഫെസ്റ്റിവലിൻ്റെ ടൈമിലായിരുന്നു. ആൻഡ് ഓൾസോ ബ്രിട്ടീഷ് ട്രൂപ്പ് ഫയർ ചെയ്തത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വെ പ്രൊട്ടസ്റ്റിംഗ് എഗൻസ്റ്റ് ഏത് ആക്ട്? റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെയാണ് ബ്രിട്ടീഷ് ട്രൂപ്പ്സ് ഫയർ ചെയ്യുന്നത്. ഓക്കെ, ഏത് ആക്ട്? റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 13th April 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ അമൃത്സറിൽ പഞ്ചാബിൽ നടക്കുന്നു. അത് ബൈസാഖി ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് നടക്കുന്നത്. റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിരുന്നു അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ ജനറൽ മൈക്ക് ഒ ഡയർ ആണ് എന്താ ഗേവ് ഓർഡേഴ്സ് ടു ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തതാരാണ്? ജനറൽ മൈക്ക് ഒ ഡയർ. ഓക്കെ, ജനറൽ മൈക്ക് ഒ ഡയർ ആണ് ഓർഡേഴ്സ് കൊടുത്തത് ടു ഷൂട്ട് ചെയ്യാൻ. ഓക്കെ, ഒ ഡയർ ആണ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഓർഡേഴ്സ് കൊടുത്തത്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദിസ് ഈവൻറ്റ് ഏതാണ്? ജാലിയൻ വാല ബാഗ് മസാക്കറിന് ശേഷം രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ നൈറ്റ്ഹുഡ് അവാർഡ് റിനൗൺസ് ചെയ്യുകയുണ്ടായി, നമുക്ക് തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഓക്കെ, റിനൗൺസ് ചെയ്യുകയുണ്ടായി. എന്ന് ആഫ്റ്റർ ദിസ് മസാക്കർ രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ നൈറ്റ്ഹുഡ് വിച്ച് വാസ് അവാർഡഡ് ഇൻ 1915 പുള്ളിക്കാരന് അവാർഡ് ചെയ്ത നൈറ്റ്ഹുഡ് പുള്ളിക്കാരൻ തിരിച്ച് കൊടുക്കുകയുണ്ടായി. പുള്ളിക്കാരൻ അത് റിനൗൺസ് ചെയ്യുകയുണ്ടായി ആഫ്റ്റർ ജാലിയൻ വാല ബാഗ് മസാക്കർ. ഓക്കെ അല്ലേ? അപ്പോൾ ജാലിയൻ വാല ബാഗ് മസാക്കർ അമൃത്സർ പഞ്ചാബിൽ ഡ്യൂറിങ് ബൈസാഖി ഫെസ്റ്റിവൽ എഗൻസ്റ്റ് റൗലത്ത് ആക്ട് ആയിരുന്നു. മൈക്കിൾ ഒ ഡയർ ആണ് ഓർഡേഴ്സ് കൊടുത്തത്.
ഓക്കെ, സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു എസ്റ്റാബ്ലിഷ് ദ സിറ്റി നെയ്മഡ് ദിൻപന? ദിൻപന സിറ്റി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ദിൻപന സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹുമയൂൺ ആണ്. ഓക്കെ, ഹുമയൂൺ ആണ് ദിൻപന സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ടൈം പീരീഡ് നോക്കി 1533 to 1534 ടൈമിലാണ് ദിൻപന സിറ്റി ഹുമയൂൺ ഫൗണ്ട് ചെയ്യുന്നത്. ബട്ട് ലേറ്റർ ഇൻ 1540 ഷേർഷാ സൂരി ഹുമയൂണിനെ ഡിഫീറ്റ് ചെയ്യുകയും ഈ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്നാണ് ഇൻ 1540. ഓക്കെ, 1540 ഷേർഷാ സൂരി. ഓക്കെ, ആരാണ്? ഷേർഷാ സൂരി. 1540 ഷേർഷാ സൂരി ഹുമയൂണിനെ ഡിഫീറ്റ് ചെയ്യുകയും ഈ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയുണ്ടായി. ഓക്കെ. So the next question is the author. Okay, so the next question is the author of the book In the Footsteps of Mahatma Gandhi Sanitation. In the Footsteps of Mahatma Gandhi Sanitation ബുക്കിന്റെ ഓതർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ്സ് സുദർശൻ അയ്യങ്കാറിന്റെ ബുക്കാണ് ഏത്? ഇൻ ദി ഫുട്സ്റ്റെപ്സ് ഓഫ് മഹാത്മാ ഗാന്ധി സാനിറ്റേഷൻ. ഇൻ ദി ഫുട്സ്റ്റെപ്സ് ഓഫ് മഹാത്മാ ഗാന്ധിയുടെ സാനിറ്റേഷൻ ആരുടെ ബുക്കാണ്? സുദർശൻ അയ്യങ്കാറിന്റെ ബുക്കാണ് ഇൻ ദി ഫുട്സ്റ്റെപ്സ് ഓഫ് മഹാത്മാ ഗാന്ധി സാനിറ്റേഷൻ. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2016 പബ്ലിഷ് ചെയ്യുകയുണ്ടായത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2016. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ 2016. ഓക്കെ, സുദർശൻ അയ്യങ്കാർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കൺട്രി ഹോൾഡ്സ് ദ ഫസ്റ്റ് റാങ്ക് ഇൻ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഓഫ് 2025? ഓക്കെ, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഏത് കൺട്രിയാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USA. ഓക്കെ, ഫസ്റ്റ് റാങ്ക് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USA ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4th ആണ്. ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? 4th സ്റ്റാൻഡിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഏതിൽ? ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. ഓക്കെ, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 4th ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, സെക്കൻഡ് റഷ്യ, തേർഡ് ചൈന ആൻഡ് 4th ആണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 4th ആണ് ഇൻ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഓഫ് 2025. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുഷ്കർ ഫെയർ ഈസ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് പുഷ്കർ ഫെയർ ഈസ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റിലെ ഓഫ് രാജസ്ഥാനിലാണ് ഏത്? പുഷ്കർ ഫെയർ ഓർഗനൈസ് ചെയ്യുന്നത് അജ്മീർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റിലാണ് പുഷ്കർ ഫെയർ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് പഞ്ചായത്ത് ഇൻക്ലൂഡഡ് എന്നാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഏത് പാർട്ടിലെന്നായിരുന്നു. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു പഞ്ചായത്തിൻ്റെ കാര്യം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലും ഇന്നലത്തെ എക്സാമിലും നമുക്കുണ്ടായിരുന്നത് പഞ്ചായത്ത് ഏത് പാർട്ടിലെന്നാണ്. പഞ്ചായത്ത് ഏത് പാർട്ടിലാണ്? പാർട്ട് 9 73rd അമെൻമെൻറ്റ് ആക്ട്, അത് 1992 പാസ്സാവുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 1993 ഓക്കെ, പാസ്സാവുന്നത് 1992 ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 1993 ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് പാർട്ട് 9 നമ്മൾ ഇന്നലെ പറഞ്ഞു. നമുക്ക് മുനിസിപ്പാലിറ്റി പാർട്ട് 9A അതേതാണ്? 74th അമെൻമെൻറ്റ് ആക്ട് ആണ്. ആൻഡ് 73rd അമെൻമെൻറ്റ് ആക്ട് ഏതാണ് വരുന്നത്? പഞ്ചായത്ത് ആണ്, പാർട്ട് 9. ഓക്കെ, പാർട്ട് 9 പഞ്ചായത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. ഓക്കെ, 1993 അത് ഇംപ്ലിമെൻ്റ് ആവുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സാറ്റലൈറ്റ് പോർട്ട് വാസ് ബിൽഡ് അപ്രോക്സിമേറ്റ്ലി 105 kilometers away ഫ്രം കൊൽക്കത്ത പോർട്ട്? ഓക്കെ, കൊൽക്കത്ത പോർട്ടിൽ എന്താ പറയുക, റഷ്യൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരു 105 kilometers away ആയിട്ടൊരു സാറ്റലൈറ്റ് പോർട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതാണ് ആ സാറ്റലൈറ്റ് പോർട്ട് എന്ന് പറയുന്നത്? ഹാൽദിയ പോർട്ടാണ്. ഓക്കെ, ഹൽദിയ പോർട്ടാണ് കൊൽക്കത്ത പോർട്ടിലെ റഷ്യൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 105 kilometers away ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു സാറ്റലൈറ്റ് പോർട്ടാണ് ഏത്? ഹാൽദിയ പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ 2 സാറ്റലൈറ്റ്സ് ഇൻ പ്രോബ 3 മിഷൻ? ഓക്കെ, പ്രോബ 3 മിഷൻ നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 മിഷനിലെ 2 സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, പ്രോബ 3 മിഷനിലെ 2 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ
പ്രോബ 3 മിഷനിൽ 2 സാറ്റലൈറ്റ്സിന്റെ നെയിംസ് ഏതൊക്കെയാണ്? കൊറോണോഗ്രാഫ് ആൻഡ് ഒക്കൾട്ടർ. ഓക്കെ, കൊറോണോഗ്രാഫ് ആൻഡ് ഒക്കൾട്ടർ ആണ്. കൊറോണോഗ്രാഫ് ആൻഡ് ഒക്കൾട്ടർ ആണ് 2 സാറ്റലൈറ്റ്സ്. ഇതിന്റെ പ്രോബ 3 മിഷനിലെ 2 സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്? കൊറോണോഗ്രാഫ് ആൻഡ് ഒക്കൾട്ടർ ആണ്. ദ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആണ് പ്രോബ 3 മിഷൻ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 5th December of 2024. 5th ഡിസംബറിനാണ് പ്രോബ 3 ലോഞ്ച് ചെയ്യുന്നത്. എന്നാണ് 2024 5th ഡിസംബറിൽ. ISROയുടെ ഏത് ഇതിലാ? PSLV C-59. ഓക്കെ, PSLV C-59 യൂസ് ചെയ്തിട്ടാണ് പ്രോബ 3 മിഷൻ വാസ് ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച്ഡ് ഓൺ 5th December 2025. സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്? കൊറോണോഗ്രാഫ് ആൻഡ് ഒക്കൾട്ടർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഇയർ ഡിഡ് വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് മെർജ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ? ഓക്കെ, ബാങ്ക് ഓഫ് മെർജിങ്ങിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, റൈറ്റ്? സോ ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയായിട്ട് എന്താ പറയുക മെർജ് ചെയ്തത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഇൻ 2019 ആണ്. ഇയർ ചോദിച്ചാൽ ഇറ്റ്സ് 2019 ആണ്. ഇറ്റ്സ് 2019 ആണ്. എക്സാക്ട് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ 1st April of 2019. ഓക്കെ, 1st April of 2019 അപ്പൊ ഇൻ വിച്ച് ഇയർ ഡിഡ് വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് മെർജ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ? ബാങ്ക് ഓഫ് ബറോഡയായിട്ട് എന്നാണ്? ഏതൊക്കെ ബാങ്ക്സ് ആണ്? വിജയ ബാങ്കും ദേന ബാങ്കും ആണ്. ഓക്കെ, ദേ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ ഇൻ 2019. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഗേവ് ദ റോയൽ ചാർട്ടർ ടു ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1600? 1600 റോയൽ ചാർട്ടർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അപ്രൂവ് ചെയ്ത് കൊടുത്തത് ആരാണ്? in 2600. It's Queen Elizabeth I. Okay, it's Queen Elizabeth I ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ കൊടുക്കുന്നത് എന്ന് in 1600. It's Queen Elizabeth I. Which was the movement restarted by Mahatma Gandhi in 1932? 1932 മഹാത്മാഗാന്ധി റീസ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ഇറ്റ് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് മഹാത്മാഗാന്ധി 1932 റീസ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി ബിഗാൻ ചെയ്തത് 1930 വിത്ത് സാൾട്ട് മാർച്ച്. അലോങ് വിത്ത് സാൾട്ട് മാർച്ച് ആയിരുന്നു. ആഫ്റ്റർ ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷം ഇറ്റ് വാസ് സസ്പെൻഡഡ്. ഓക്കെ, 1930 ഒറിജിനലി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബിഗാൻ ചെയ്യുന്നത്. ബട്ട് നമുക്കത് ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷം ഇറ്റ് വാസ് സസ്പെൻഡഡ് ആൻഡ് വാസ് അഗെയിൻ റിസ്യൂംഡ് ഓർ റീസ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1932. ഓക്കെ, അപ്പോൾ 1932 മഹാത്മാഗാന്ധി റീസ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് മൈയോൺ സ്റ്റോറി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ദ ഗ്രേറ്റസ്റ്റ് മൈയോൺ സ്റ്റോറി എന്ന് പറയുന്നത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് മൈയോൺ സ്റ്റോറി എന്ന് പറയുന്നത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1975. ഓക്കെ, അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് മൈയോൺ സ്റ്റോറി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1975. ഓക്കെ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫി, ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത്. അതുപോലെ തന്നെ ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഹെലൻ കെല്ലറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ദ ഗ്രേറ്റസ്റ്റ് മൈയോൺ സ്റ്റോറിയാണ് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫി. ദെൻ ദ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ആൻഡ് ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. ആൻഡ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഇസ് ബൈ ഹെലൻ കെല്ലർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ട്രാൻസ്പോർട്ട്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ദ ലെഫ്റ്റ് ആട്രിയം ഓഫ് ദി ഹാർട്ട്? ഓക്കെ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള പ്യൂർ ബ്ലഡിനെ ലങ്സിൽ നിന്നിട്ടും ലെഫ്റ്റ് ആട്രിയം ഓഫ് ദ ഹാർട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇറ്റ്സ് ത്രൂ പൾമിനറി വെയിൻ. നമുക്കറിയാം, നമുക്ക് യൂഷ്വലി നമുക്ക് വെയിൻസിലൂടെ ഇംപ്യൂർ ബ്ലഡ്സും അതുപോലെ ആർട്ടറീസിലൂടെ പ്യൂർ ബ്ലഡുമാണ് പോകുന്നത്. പക്ഷെ പൾമിനറി വെയിൻ, അതായത് സംതിങ് ദാറ്റ്സ് റിലേറ്റഡ് ടു ലങ്സ് ആണ് പൾമിനറി വരുന്നത്. അപ്പോൾ പൾമിനറി വെയിനിലൂടെ പോകുമ്പോൾ പൾമിനറിയിൽ മാത്രം നമുക്കത് രണ്ടും ഉൾട്ടയാവുന്നുണ്ട്. അതായത് പൾമിനറി വെയിനിൽ കൂടി നമ്മൾ ക്യാരി ചെയ്യുന്നത് ഈസ് പ്യൂർ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആൻഡ് പൾമിനറി ആർട്ടറിയിലൂടെ നമ്മൾ പോകുന്നത്, അതായത് ഫ്രം ദ റൈറ്റ് ആട്രിയം ഓഫ് ദ ഹാർട്ട് ടു ദി ലങ്സ് ആണ് നമുക്ക് ഇത് പൾമിനറി ആർട്ടറി ക്യാരി ചെയ്യുന്നത്. പൾമിനറി ആർട്ടറിയിൽ കൂടി നമുക്ക് പോകുന്നത്
ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡുമാണ്. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡാണ്. ഓക്കെ, സോ ദ ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത് ഏതാണ്? വീനക്കാവയാണ്. വീനക്കാവ ഇസ് ദ ലാർജസ്റ്റ് വെയിൻ ആൻഡ് ദ ലാർജസ്റ്റ് ആർട്ടറി ഇസ് അയോട്ട. അയോട്ടയാണ് ലാർജസ്റ്റ് ആർട്ടറി വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് വെയിൻ വീനക്കാവയാണ് ആൻഡ് ലാർജസ്റ്റ് ആർട്ടറി ഇസ് അയോട്ട. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കണോമിക് സെക്ടർ where raw materials are processed into valuable products. ഓക്കെ, ഏത് സെക്ടറാണ്? നമുക്കറിയാം, നമുക്ക് എക്കണോമിക്കിൽ എത്ര സെക്ടേഴ്സ് വരുന്നത്? നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഏത് സെക്ടറിലാണ് നമ്മൾ റോ മെറ്റീരിയൽസിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്? റോ മെറ്റീരിയൽസിന്റെ പ്രോസസ്സ് ചെയ്യുന്നത്, ഇൻറ്റു വാല്യുബിൾ പ്രോഡക്ട്സ് നടത്തുന്നത് ഇസ് ഇൻ സെക്കൻഡറി സെക്ടർ. ഓക്കെ, മാനുഫാക്ചറിങ് ആയിട്ട് ഒരു സംഭവത്തിന്റെ പ്രോസസ്സിങ് ഓർ മാനുഫാക്ചറിങ് നടക്കുന്നത് ഏത് സെക്ടറിലാണ്? ഇറ്റ്സ് ഇൻ ദി സെക്കൻഡറി സെക്ടർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഇസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്? ആക്ച്വലി ഫസ്റ്റ് നമ്മൾ പ്രസിഡന്റിന്റെ എല്ലാ ആർട്ടിക്കിൾസ്, പ്രസിഡന്റിന്റെ റിലേറ്റഡ് ആർട്ടിക്കിൾസ് വരുന്നത് ഫ്രം ആർട്ടിക്കിൾ 52 ടു ആർട്ടിക്കിൾ 62 നമുക്ക് പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നത്. അത് പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഓക്കെ, പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഫ്രം ആർട്ടിക്കിൾ 52 ടു ആർട്ടിക്കിൾ 62 ആണ് വരുന്നത്. അപ്പോൾ ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61ലാണ്. ഓക്കെ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. പ്രസിഡന്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ ഈ റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 ആണ്. അപ്പം ആർട്ടിക്കിൾ 52 പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ പ്രസിഡന്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അതിലാണ് നമുക്ക് there shall be a president എന്നൊക്കെ പറയുന്നതിലാണ്. അതിൽ തന്നെയാണ് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ഈ 3 ആംഡ് ഫോഴ്സസിന്റെയും എന്താ പറയുക, സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ദ സുപ്രീം കമാൻഡർ ഓഫ് 3 ആംഡ് ഫോഴ്സസും ആരാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52. Okay, then comes to Article 54. It deals with the election of the president. Okay, Article 54 I think Article 55 election ആണ്. 55 it's like methods of elections ആണ്. And Article 54 Article 55 വരുന്നത് actually election methods electionന്റെ കാര്യങ്ങളുമാണ്. Election of the president. Then Article 56 വരുമ്പോഴത്തേക്കും the term or tenure of the president ആണ് പറയുന്നത്. Tenure, okay, പ്രസിഡന്റിന്റെ കാലാവധിയാണ് Article 56 പറയുന്നത്. പ്രസിഡന്റ് നമുക്കറിയാം, പ്രസിഡന്റ് ഓഫീസിന്റെ ടേം ഓഫ് ടെന്യൂർ എന്ന് പറയുന്നത് 5 years ആണ്. ആൻഡ് ഇറ്റ് അലോസ് പ്രസിഡന്റ് ടു സബ്മിറ്റ് റെസിഗ്നേഷൻ ടു. ഓക്കെ, പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ഓക്കെ, പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പോൾ ഈ റെസിഗ്നേഷൻ റിലേറ്റഡും അതുപോലെ തന്നെ ടെന്യൂർ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം വരുന്നത് ആർട്ടിക്കിൾ 56 പ്രസിഡന്റ്. ഓക്കെ, ആർട്ടിക്കിൾ 56 അത് വരുന്നത്. ദെൻ കംസ് ടു ആർട്ടിക്കിൾ 60. ആർട്ടിക്കിൾ 60 ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്. നമ്മൾ ഓത്ത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇസ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിലാണ്. അതുപോലെ ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 60. ആർട്ടിക്കിൾ 60. അപ്പോൾ ആർട്ടിക്കിൾ 61 അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് വരുന്നതാണ് ആർട്ടിക്കിൾ 51. ആൻഡ് ആർട്ടിക്കിൾ 60 ഓത്ത് ഓഫ് ദ പ്രസിഡന്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡിഡ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ മെർജ്ഡ് വിത്ത് SBI? ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ SBI ആയിട്ട് മെർജ് ചെയ്തത് എപ്പോഴാണ്? ഏത് ഇയറിലാണ്? ഇറ്റ് വാസ് ഇൻ 2017. ഓക്കെ, 2017 2017 നോട്ട് ഓൺലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, അതർ 5 ബാങ്ക്സ് ഓൾസോ, അതർ അസോസിയേറ്റഡ് ആയിട്ടുള്ള 5 ബാങ്ക്സും SBI ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതിൽ പറയുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 2017 നടന്ന ദിവസം 1st April 2017. ഈ 1st April 2017 തന്നെ വേറെ കുറച്ച് ബാങ്ക്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. ഓക്കെ, ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, SBT നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഈ 5 1st April 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യുന്നത്. ഓക്കെ, ഏത് 5 ബാങ്കുകളാണ് 1st April 2017 ഏത് 5 ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യുന്നത്?
State Bank of Bikaner and Jaipur, State Bank of Travancore, State Bank of Patiala, State Bank of Hyderabad and State Bank of Mysore. Okay. So the next question എന്ന് പറയുന്നത് in which ocean is Lakshadweep located? Okay, Lakshadweep നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇറ്റ്സ് ലക്ഷദ്വീപ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദി അറേബ്യൻ സീ. Okay, അപ്പോൾ ലക്ഷദ്വീപ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അറേബ്യൻ സീ. Okay, so and capital of ലക്ഷദ്വീപ് എവിടെയാണ്? കവരത്തിയാണ് the capital of ലക്ഷദ്വീപ്. കവരത്തിയാണ് the capital of ലക്ഷദ്വീപ്. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപ് അറേബ്യൻ സീയിലാണ്, കവരത്തിയാണ് അതിൻ്റെ ക്യാപിറ്റൽ ആൻഡ് ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഏതാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുംഭമേള ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചു 4 സ്ഥലങ്ങളിലാണ് നമുക്ക് കുംഭമേള നടക്കുന്നത്. അതിൽ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ എവിടെയാണ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കുംഭമേള? ഇൻ ഉത്തരാഖണ്ഡിൽ നടക്കുന്നത് ഈസ് ഇൻ ഹരിദ്വാർ. ഓക്കെ, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് കുംഭമേള നടക്കുന്നത്. അതുപോലെ അടുത്തത് നമുക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നമുക്ക് ഇപ്പോൾ 2025 നമുക്ക് നടന്നത്. ഇപ്പോൾ കുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നടക്കുന്നത്, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് നടക്കുന്നത്, മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് നടക്കുന്നത് ആൻഡ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് നടക്കുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ 4 സ്പോട്ടുകളിലാണ് നമുക്ക് കുംഭമേള ഓർഗനൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ, സെക്കൻഡ് ഈസ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജില്, ദെൻ മധ്യപ്രദേശിലെ ഉജ്ജയിനില് ആൻഡ് മഹാരാഷ്ട്രയിലെ നാസിക്കില്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ കുംഭമേളയുടെ കാര്യം? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ് ഡിഡ് മെൻഡലീവ് അറേഞ്ച് ദ എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ? ഓക്കെ, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ എന്തിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്? ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി കൺഫ്യൂസിങ് അല്ല, പലർക്കും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതായത് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ നമുക്ക് അറ്റോമിക് മാസ്, ഇൻക്രീസിങ് അറ്റോമിക് മാസിന്റെ ബേസിലും അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലുമാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ ബേസിസിലാണ്? ഇൻക്രീസിങ് അറ്റോമിക് മാസ് ആണ്. അതേസമയം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിന്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറും മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ ഏതാണ്? അറ്റോമിക് മാസും. Okay, so the next question is in which year was ONGC established? ONGCയുടെ ഫുൾ ഫോം എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഓക്കെ, ONGC എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്. അത് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1956. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956. Okay, so the next question is Planning Commission. Okay, Planning Commission was established. നമുക്കറിയാം Planning Commission 1950 ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15th of 1950. മാർച്ച് 15th of 1950 പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഓക്കെ, ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത്. പ്ലാനിംഗ് കമ്മീഷൻ ഇസ് എ ഇറ്റ്സ് എൻ അഡ്വൈസറി ബോഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇറ്റ്സ് എൻ അഡ്വൈസറി ബോഡി. ഓക്കെ, അപ്പോൾ മാർച്ച് 15th 1950 പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് ഇറ്റ്സ് ചെയർഡ് ബൈ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ആൻഡ് ഇൻ 2014 ദിസ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. ഓക്കെ, 2014 ആക്ച്വലി ഐ തിങ്ക് എക്സാക്ട് ഡേറ്റ് ഇസ് 1st January 2015 ഇത് ഇംപ്ലിമെന്റ് ആവുന്നത്. 2014 നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇംപ്ലിമെന്റ് ആവുന്നത് ഇറ്റ്സ് ഓൺ 1st January 2015. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ആഫ്റ്റർ 12th 5-year പ്ലാനിന് ശേഷമാണ്. 12th 5-year പ്ലാനിന് ശേഷം ഇൻ 2014. ഓക്കെ, 2014 or 1st January 2015 നീതി ആയോഗ് ഏതിനെയാണ്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ്. ഇറ്റ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടേം ക്രിക്കറ്റിൽ പോപ്പിംഗ് ക്രീസിനാണ്. ഓക്കെ, ഡിഫൈൻ ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത്? ക്രിക്കറ്റിൽ ദ ടേം പോപ്പിംഗ് ഈസ് യൂസ് ടു ഡിനോട്ട് ഏതിനെയാണ്? ക്രീസ് ആണ്. ഓക്കെ, ക്രീസിനെയാണ് നമ്മൾ പോപ്പിംഗ് ക്രീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഷിഫ്റ്റിന്റെ അനാലിസിസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. സെലിബ്രേറ്റഡ് ഇൻ ദിസ് സ്റ്റേറ്റ്. ഓക്കെ, മഹാമത്സ്യാഭിഷേകം ഏത് സ്റ്റേറ്റിലാണ്? കർണാടകയിലാണ്. ഓക്കെ, കർണാടകയിലാണ് മഹാമത്സ്യാഭിഷേക ഫെസ്റ്റിവൽ ഇസ്
celebrated in Karnataka. Okay, so the next question എന്ന് പറയുന്നത് how many orbits of Earth does the international space ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വീഡിയോസ് ഇന്നലെയും ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇന്നലെയും മെനിഞ്ഞാന്നത്തെയും ലൈക്ക് ഇന്നലത്തെ ഏതൊക്കെയോ 2 ഷിഫ്റ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ അതൊന്നുകൂടി നല്ലോണം നോക്കിയിട്ട് പോകണം. ഓക്കെ, so how many orbits of Earth does International Space Station complete in 24 hours? Okay, 24 hours how many orbits of Earth does International Space Station complete എന്ന് വെച്ചാൽ 16 orbits. Okay, 16 orbits ആണ് 24 hours ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്രയാണ്? 16 orbits. Okay, so the next question is which മുഗൾ എംപറർ ബിൽഡ് ദ ഷാലിമാർ ബാഗ്? ഷാലിമാർ ബാഗ് ബിൽഡ് ചെയ്തത് ഏത് മുഗൾ എംപറാണ്? ഷാജഹാൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ഷാജഹാൻ. ഏത് മുഗൾ എംപററാണ് ഷാലിമാർ ബാഗ് ബിൽഡ് ചെയ്തത്? ഇറ്റ്സ് ഷാജഹാൻ. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലാഹോർ. ലാഹോറിലെ ഷാലിമാർ ബാഗ് ആണ്. ഷാലിമാർ ബാഗ് ഇൻ ലാഹോർ ആണ്. ഇറ്റ്സ് built by Shahjahan and it was recognized as a UNESCO World Heritage Site in 1981. Okay, അപ്പോൾ 1981 ലാഹോറിലെ ഷാലിമാർ ബാഗ് which was built by Shahjahan was recognized as a UNESCO World Heritage Site. എപ്പോഴാണ്? in 1981. ഓക്കെ, 1981 ഷാലിമാർ ബാഗ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലാഹോർ വിച്ച് ഈസ് ബിൽഡ് ബൈ ഷാജഹാൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ന്യൂ 20 rupee കോയിൻ ഇഷ്യൂഡ് ഇൻ 2019. ഓക്കെ, അപ്പം 20 rupees കോയിൻ, 20 rupeeയുടെ കോയിൻ ഇഷ്യൂ ചെയ്ത് ഏത് ഇയറിലാണ്? അപ്പോൾ 2019 20 rupee കോയിൻ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെയിറ്റ് ഈസ് 8.54 grams. 8.54 grams ആണ്. 8.54 grams ആണ് വെയിറ്റ് ഓഫ് ദ ന്യൂ 20 rupee കോയിൻ ഇഷ്യൂഡ് ഇൻ 2019. ഓക്കെ, 2019 നമ്മുടെ 20 rupee കോയിൻ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈസ് 8.54 grams. Question is in which year was the ₹20 note introduced for the first time in independent India? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ₹20 നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ചോദിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1972 ആണ്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത ഡേ എന്ന് പറയുന്നത് ഈസ് ഓൺ 1st June 1972. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ₹20 നോട്ട് 20 rupee നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈസ് ഓൺ 1st June 1972. അത് ബൈ RBI ആണ്. ഓക്കെ, 1st June 1972 നമുക്ക് 20 rupees നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 20 rupee നോട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? 1861 കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് 1861 നമ്മൾ ഫസ്റ്റ് ടൈം 20 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് ലേറ്റർ ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ ഇൻ 1972 വീണ്ടും നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, റിവൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് 20 rupee നോട്ട് ഉണ്ടല്ലോ, കറണ്ട് 20 rupee നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഏതാണുള്ളത്? എല്ലോറ കേവ്സ് ആണ്. ഓക്കെ, ബാക്ക് സൈഡിൽ കറണ്ട് 20 rupee നോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഏതാണ്? എല്ലോറ കേവ്സ് ആണ്. ഓക്കെ, എല്ലോറ കേവ്സ് ആണ്. എല്ലോറ കേവ്സിൻ്റെ പഠനമാണ് നമ്മുടെ കറണ്ട് 20 rupee നോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് 5000-ൻ്റെയും 10,000-ൻ്റെയും നോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ നമുക്ക് 5000-ൻ്റെയും 10,000-ൻ്റെയും നോട്ട് ഉണ്ടായിരുന്നു. ദേ വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1954 1954 നമ്മൾ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലല്ല, നമുക്ക് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1954 നമുക്ക് ഏത് 5000 rupees-ൻ്റെയും 10,000 rupees-ൻ്റെയും നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തായിരുന്നു. But later it was banned in 1978. 1978 it was banned. Okay, in 1978 it was banned. ഏതൊക്കെയാണ്? 5000 rupees-ൻ്റെയും 10,000 rupees-ൻ്റെയും notes were banned in 1978. Okay, so the next question എന്ന് പറയുന്നത് which ancient dynasty's capital was Vanji? വഞ്ചി എന്ന് പറയുന്നത് വഞ്ചി ചേര ഡൈനാസ്റ്റിയുടെയാണ്. ചേര ഡൈനാസ്റ്റിയുടെയാണ് ഏതാണ്? വഞ്ചി ആയിരുന്നു. ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? വഞ്ചിയാണ് ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റീസ് ആർ ആഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, മുനിസിപ്പാലിറ്റീസ് ആഡ് ചെയ്തത്. മുനിസിപ്പാലിറ്റി നമുക്കറിയാം 74th Amendment Act of 1992. 1992 അമെൻമെൻറ്റ് ആക്ട് പാസ്സായത്. ബട്ട് ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 1993. ഓക്കെ, അപ്പോൾ ഈ അതും കൂടെ ഓർക്കുക. 74th and 73rd Amendment Act പാസ് ചെയ്തത് വാസ് ഇൻ 1992. ബട്ട് ദേ വർ ഇംപ്ലിമെൻറ്റഡ് ഇൻ 1993. ഓക്കെ, അപ്പം നമുക്ക് മുനിസിപ്പാലിറ്റീസ് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 9A 74th Amendment വഴിയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ പാർട്ട് 9A. പാർട്ട് 9 വരുന്നത് ഏതാണ്? നമുക്ക് പാർട്ട് 9 നമുക്ക് വരുന്നത് പഞ്ചായത്ത്സ് ആണ്. ആൻഡ് പഞ്ചായത്തിൻ്റെ അമെൻമെൻറ്റ് ആക്ട് 73rd Amendment Act. അത് നമുക്ക് ഏതിൽ വരുന്നു? പാർട്ട് 9 വരുന്നു. പാർട്ട് 9A വരുമ്പോൾ ഇറ്റ്സ് മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, മുനിസിപ്പാലിറ്റീസ് ആൻഡ് 74th Amendment Act ആണ് 1992. പാസ്സായതാണ് 1992. ഇംപ്ലിമെൻറ്റ് ചെയ്തത് എപ്പോഴാണ്? 1993. ഓക്കെ,
ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ റയോട്ട് എ നോവൽ. റയോട്ട് എ നോവൽ. റയോട്ട് എ നോവൽ എന്ന് പറയുന്നതിന്റെ ഓതർ ഈസ് ശശി തരൂർ. ഓക്കെ, ശശി തരൂർ ആണ് റയോട്ട് എ നോവൽ എന്ന നോവലിന്റെ ഓതർ ഈസ് ശശി തരൂർ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2001. 2001 റയോട്ട് എ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ശശി തരൂറിന്റെ റയോട്ട് എ നോവൽ പബ്ലിഷ് ചെയ്യുന്നത് ഇസ് ഇൻ 2001. ഓക്കെ, അപ്പം അതർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ വർക്ക്സ് ഓഫ് ശശി തരൂർ ആണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മിലേനിയം. ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. നമുക്ക് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എറ ഓഫ് ഡാർക്ക്നെസ് റിട്ടൺ ബൈ ശശി തരൂർ ആണ്. അപ്പോൾ ശശി തരൂരിന്റെ കുറച്ച് വർക്ക്സ് ഏതൊക്കെയാണ്? റയോട്ട് എ നോവൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, India from midnight to millennium, and an era of darkness. Okay. So the next question വരുമ്പോൾ സാഞ്ചി is a famous folk art of which state? സാഞ്ചി എന്ന് പറയുന്നത്, സാഞ്ചി ആക്ച്വലി ബ്രജ് റീജിയൻ, ഉത്തർപ്രദേശിലെ ബ്രജ് റീജിയനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ആർട്ട് ആണ് സാഞ്ചി. ഓക്കെ, അപ്പൊ സാഞ്ചി എവിടത്തെയാണ്? ഉത്തർപ്രദേശിലെ ബ്രജ് റീജിയനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ആർട്ട് ആണ് സാഞ്ചി. Okay, so the next question is the time gap between the sunrise in Gujarat and Arunachal Pradesh. Okay, എന്തുകൊണ്ടാണ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സൺറൈസ് ഓഫ് ഗുജറാത്തും അരുണാചൽ പ്രദേശും വരുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വെസ്റ്റേൺ ടിപ്പിലുള്ള സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. അതുപോലെ ഏറ്റവും ഈസ്റ്റേൺ ടിപ്പിലുള്ള സ്റ്റേറ്റ് ആണ് ഇത് അരുണാചൽ പ്രദേശ്. അപ്പൊ ഇവർ തമ്മിൽ സൺറൈസിനുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് 2 hours ആണ്. 2 hours ആണ് ഇവിടെ സൺറൈസിനുള്ള ഗ്യാപ്പ് ടൈം എന്ന് പറയുന്നത്. ഗുജറാത്തിനും അരുണാചൽ പ്രദേശിന്റെയും സൺറൈസിന്റെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 2 hours ആണ്. ആൻഡ് സൺറൈസ് ഫസ്റ്റ് എവിടെ ആയിരിക്കും? എന്തായാലും ഈസ്റ്റ് സൈഡിലാണല്ലോ. അപ്പൊ ഈസ്റ്റേൺ അല്ലുള്ള അരുണാചൽ പ്രദേശിലെ ഡോങ് വാലിയിലാണ് ഇന്ത്യയിൽ ഫസ്റ്റ് സൺറൈസ് ഉണ്ടാകുന്നത്. ആഫ്റ്റർ 2 hours ആണ് എവിടെ വരുന്നത്? ഗുജറാത്തിലേക്ക്. ഓക്കെ, അപ്പൊ അരുണാചൽ പ്രദേശിലാണ് നമുക്ക് ഫസ്റ്റ് സൺറൈസ് വരുന്നത്, ഡോങ് വാലി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലായിരുന്നു ലാൻഡ് അക്വിസിഷൻ ആക്ട് പാസ് ചെയ്തത്? ലാൻഡ് അക്വിസിഷൻ ആക്ട് പാസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1894. ഓക്കെ, ഇയർ ആണ് ചോദ്യമെങ്കിൽ ഇറ്റ്സ് 1894. ലാൻഡ് അക്വിസിഷൻ ആക്ട് പാസ് ചെയ്ത ഇയർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇറ്റ്സ് 1894. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഓൺ 1st March of 1894. ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ്? 1st March of 1894. ഓക്കെ, അപ്പോൾ ലാൻഡ് അക്വിസിഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1st March of 1894. ഇറ്റ്സ് 1st March of 1894. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് പ്രൈമർലി ഫൗണ്ട് ഇൻ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ? ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് പ്രൈമർലി ഫൗണ്ട് ഇൻ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആണ്. നോർത്തേൺ പ്ലെയിൻസിൽ നമ്മൾ പ്രൈമർലി കാണപ്പെടുന്ന അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലാണ് ഏറ്റവും മോസ്റ്റ് ഫെർട്ടൈൽ സോയിലാണ് അലൂവിയൽ സോയിൽ. ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ പൊട്ടാഷ്. നമുക്കത് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഏറ്റവും റിച്ച് ഇൻ പൊട്ടാഷ് ആയിട്ടുള്ള ഏത് സോയിലാണ്? ഇറ്റ്സ് അലൂവിയൽ സോയിലാണ്. റിച്ച് ഇൻ പൊട്ടാഷ്, ഫോസ്ഫറിക് ആസിഡ് ആൻഡ് ലൈം. ഇറ്റ്സ് അലൂവിയൽ സോയിൽ. ഓക്കെ, അപ്പോൾ അലൂവിയൽ സോയിൽ ഈസ് റിച്ച് ഇൻ പൊട്ടാഷ്, ഫോസ്ഫറിക് ആസിഡ് ആൻഡ് ലൈം. ആൻഡ് അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യയിൽ പ്രൈമറിലി കാണപ്പെടുന്ന സോയിൽ ഏതാണ്? അപ്പോൾ അലൂവിയൽ സോയിലാണ്. ഇറ്റ്സ് മോസ്റ്റ് ഫെർട്ടൈൽ സോയിലാണ്. ആൻഡ് ഇറ്റ്സ് റിച്ച് ഇൻ പൊട്ടാഷ്, ഫോസ്ഫറിക് ആസിഡ് ആൻഡ് ലൈം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈബൻഷി ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റിന്റെ ആണ് റൈബൻഷി ഈസ് ദ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, നമ്മൾ ഇതുവരെ അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസിന്റെ പേരല്ല റൈബൻഷി. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ MTS അങ്ങനത്തെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. കുറച്ച് ഔട്ട് ഓഫ് സിലബസ് നമ്മളധികം യൂസ്ഡ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നാണ് ഈ റൈബൻഷി ഇസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് വെസ്റ്റ് ബംഗാളിന്റെ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ് ഈ റൈബൻഷി എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടും പലപ്പോഴും ചോദിക്കുന്ന ഒരു കുറച്ച് ഫോക്ക് ഡാൻസും അവരുടെ സ്റ്റേറ്റും ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അതിൽ ബിഹു ആണ് ഏറ്റവും മോസ്റ്റ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇറ്റ്സ് ബിഹു ആസാം ആണ്. അതേപോലെ എല്ലാവർക്കും അറിയാം ബിഹു ഇസ് ആസാം. ദെൻ ഗർബ ഗുജറാത്ത് ആണ്. ഓക്കെ, ഗർബ ഗുജറാത്ത് ആണ്. റൈബൻഷി വെസ്റ്റ് ബംഗാളാണ് വരുന്നത്. ബിഹു എവിടെയാണ്? ആസാമിന്റെ ആണ്. ഗർബ ഗുജറാത്ത് ആണ്. അതുപോലെ ഭാംഗ്ര എവിടെയാണ്? ഭാംഗ്ര പഞ്ചാബിന്റെ ആണ്. ദെൻ ധിംസ ഇസ് ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആണ്. ഓക്കെ, ധിംസ എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശ്.
ദെൻ ലാവണി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാവണി എവിടത്തെയാണ്? മഹാരാഷ്ട്രയാണ്. ലാവണി എവിടത്തെയാണ്? മഹാരാഷ്ട്രയിലെയാണ്. ദെൻ ചപ്പേലി ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അധികം കേട്ടില്ലാത്ത ധിംസാവ് ആന്ധ്രാപ്രദേശ് ആയിരിക്കും. ധിംസ ആന്ധ്രാപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്ര, ചപ്പേലി ഹിമാചൽ പ്രദേശ്. ഓക്കെ, ചപ്പേലി ഹിമാചൽ പ്രദേശ്. ഓക്കെ ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാക്സിമം പ്രഷർ എക്സേർട്ടഡ് ഇൻ യുവർ ആർട്ടറീസ് വെൻ യുവർ ഹാർട്ട് പമ്പ്സ് ബ്ലഡ്. ഓക്കെ, ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ടൈമിൽ എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം പ്രഷറിന്റെ അളവ് അളക്കുന്നതാണ് നമ്മൾ എന്ത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് എ സിസ്റ്റോളിക് പ്രഷർ. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ടൈമിൽ ആർട്ടറീസിൽ എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം പ്രഷർ ഇറ്റ്സ് കോൾഡ് സിസ്റ്റോളിക് പ്രഷർ ആണ്. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഈ നോർമൽ ബി പി എത്രയാണ്? നമ്മുടെ നോർമൽ ബി പി റേറ്റ് എന്ന് പറയുന്നത് 120/80, റൈറ്റ്? 120/80. അതിൽ 120 ആണ് നമ്മുടെ എന്താ സിസ്റ്റോളിക് പ്രഷറിനെയാണ് ഈ 120 റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ 120 ആകുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന 120 ആണ് സിസ്റ്റോളിക് പ്രഷർ. അതായത് ദ മാക്സിമം പ്രഷർ എക്സേർട്ട് ഇൻ യുവർ വെൻ ഹാർട്ട് പമ്പ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ 120 റെപ്രസെന്റ് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് 80 റെപ്രസെന്റ് ചെയ്യുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് the pressure in the arteries when the heart rest between ബീറ്റ്സിന്റെ ഇടയിൽ ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ, ആ ടൈമിൽ ഹാർട്ടിൽ ഉണ്ടാവുന്ന ആർട്ടറീസിൽ ഉണ്ടാവുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, അതാണ് നമുക്ക് ഈ രണ്ടാമത്തെ 80 നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയസ്റ്റോളിക് പ്രഷർ ആണത്. ഫസ്റ്റ് 120 നമ്മൾ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 ആണ്. അതിൽ 120 റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സിസ്റ്റോളിക് പ്രഷർ ആണ്. അത് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാവുന്ന പ്രഷറാണ്. ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ട് ഓരോ ബീറ്റിനിടയിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രഷറാണ്. നമ്മൾ ഡയസ്റ്റോളിക് പ്രഷറാണ് രണ്ടാമത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ് ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഓക്കെ ബി പി മെഷർ ചെയ്യുന്നത് ഇസ് യൂസിങ് സ്പിഗ്മോ മാനോമീറ്റർ. നമുക്കറിയാം ബി പി മെഷർ ചെയ്യുന്നത് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ബി പി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്പിഗ്മോ മാനോമീറ്റർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഇപ്പം നമുക്കൊരു MTS നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടും ചോദിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒട്ടും കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. സോ ഇപ്പൊ രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ഇറ്റ്സ് വീനസ്. ഓക്കെ, ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഞാനൊന്നും കൂടി എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വീനസ് ആണ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഈവൻ തോ അത് സണ്ണിന്റെ അടുത്ത് അല്ല എങ്കിലും ഇറ്റ്സ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഓക്കെ, നമുക്ക് അത് സണ്ണിന്റെ അടുത്തല്ല എങ്കിലും അതാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. ഓക്കെ, ദ ബ്രൈറ്റസ്റ്റ് ആൻഡ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇസ് വീനസ്. അപ്പോൾ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് തന്നെയാണ് നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂസ്ഡ് ആവും ചിലർക്ക്. എന്നാലും ഓക്കെ, റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ്. ബിഗ്ഗസ്റ്റ് ഇസ് ജൂപ്പിറ്റർ. വി നോ ദാറ്റ് ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂപ്പിറ്റർ ആണ്. പ്ലാനറ്റ് വിത്ത് റിങ്സ് വരുമ്പോൾ ഏതില്ല? സാറ്റേണിലാണ്. ഇപ്പോൾ സാറ്റേണിലാണ് നമുക്ക് റിങ്സ് വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് ടോട്ടൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂൺ. എർത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മൂണിനെയാണ് നമ്മൾ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ബ്രൈറ്റസ്റ്റ് ആൻഡ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇസ് വീനസ്. റെഡ് പ്ലാനറ്റ് ഇസ് മാർസ്. ബിഗ്ഗസ്റ്റ് വൺ ഈസ് ജൂപ്പിറ്റർ. ആൻഡ് റിങ്സ് ഉള്ളത് ഇസ് സാറ്റേൺ. ആൻഡ് ടോട്ടൽ നമുക്കിപ്പോൾ 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് പ്ലൂട്ടോ ഇല്ല. നമുക്ക് ടോട്ടലി 8 പ്ലാനറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഇമ്പോർട്ടൻറ്റ് ടാക്സ് ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി. ചോല ഡൈനാസ്റ്റിയിലെ 2 ഇമ്പോർട്ടൻറ്റ് ടാക്സ് ഫോംസ് ആണ് വെട്ടി ആൻഡ് കടമയാണ് 2 ഇമ്പോർട്ടൻറ്റ് ടാക്സ് ഫോംസ് ആയിട്ട് വരുന്നത്. അതിൽ വെട്ടി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ ആണ്. ഓക്കെ, വെട്ടി എന്ന് പറയുന്നത് ലേബറിന്റെ ഫോമിൽ, അതായത് അൺപെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ടുള്ള ലേബറാണ്. ആ ടൈപ്പ് ഓഫ് ടാക്സിനെയാണ് നമ്മൾ എന്താ വെട്ടി എന്ന് പറയുന്നത്. അതിന്റെ കടമ ലാൻഡ് റവന്യൂ ആണ്. അത് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. കടമ, അതൊരു ലാൻഡ് റവന്യൂ നമ്മൾ എന്താ പറയുക കൈൻഡിൽ കൊടുക്കുന്നത് തന്നെയാണ്. അത് നമ്മുടെ വില്ലിങ്നെസ്സോടുകൂടി കൊടുക്കുന്നതാണ് കടമ എന്ന് പറയുന്നത്. കടമ ലാൻഡ് റവന്യൂ ആണ്. വെട്ടി ഫോഴ്സ്ഡ് ലേബർ ആണ്. കടമ ലാൻഡ് റവന്യൂ ആണ്. ഓക്കെ, അപ്പൊ 2 ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി ആണ്. ചോല ഡൈനാസ്റ്റിയുടെ 2 ഫോംസ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് 2 ഫോംസ് ഓഫ് വെട്ടിയും കടമയാണ്. 2 ഫോംസ് ഓഫ് ടാക്സ് ആണ് വെട്ടി ആൻഡ് കടമ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ആഫ്റ്റർ 1857 റിവോൾട്ട് ബഹദൂർ ഷാ സഫർ വാസ് എക്സൈൽഡ് ബൈ ബ്രിട്ടീഷ് ടു വെയർ. ഓക്കെ, നമ്മുടെ 1857 റിവോൾട്ട് നമുക്കറിയാം. ബഹദൂർ ഷാ സഫർ അതിലൊരു ഇമ്പോർട്ടൻ്റ് പാർട്ട് വഹിച്ച ഒരു ആളാണ്.
ആൻഡ് ആഫ്റ്റർ ദിസ് 1857 റിവോൾട്ട് എന്താ പറ്റുന്നത്, ബഹദൂർ ഷാ സഫർ റെഫ്യൂജി ഹുമയൂൺസ് ടോംബ് ഇല്ല നമ്മൾ ഡൽഹിയിൽ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹുമയൂൺസ് ടോംബ് ഡൽഹിയിൽ ഹുമയൂൺസ് ടോംബിലാണ് ഇവിടെ റെഫ്യൂജി ആയിട്ട് പുള്ളിക്കാരനായ ബഹദൂർ ഷാ സഫർ പോകുന്നു. ആൻഡ് ലേറ്റർ ഹി വാസ് അറസ്റ്റഡ് ബൈ മേജർ ഹഡ്സൺ. ഓക്കെ, അറസ്റ്റ് ചെയ്യുന്നത് ആരാണ്, മേജർ ഹഡ്സൺ ആണ് അറസ്റ്റ് ചെയ്യുന്നത് ആര്, ബഹദൂർ ഷാ സഫയെ. ആഫ്റ്റർ 1857 റിവോൾട്ടിന് ബഹദൂർ ഷാ സഫയെ ഹുമയൂൺസ് ടോംബിൽ നിന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത് ആരാണ്, മേജർ ഹഡ്സൺ. ആൻഡ് ദെൻ ഫാമിലിയോട് കൂടി തന്നെ അവർ എക്സൈൽ ചെയ്യുമായിരുന്നു ടു റെങ്കൂൺ ആണ്, ബർമ, റെങ്കൂൺ. ഇപ്പൊ ഇന്നത്തെ ടുഡേ ഇറ്റ്സ് മ്യാൻമർ. ഓക്കെ, മ്യാൻമർ ആണ്, ഇന്നത്തെ റെങ്കൂൺ ആയിരുന്നു, റെങ്കൂണിലോട്ടാണ് എക്സൈൽ ചെയ്യുന്നത്. ടുഡേസ് മ്യാൻമർ ആണ്. ഓക്കെ, ഇന്നത്തെ മ്യാൻമർ ആണ്, അന്ന് നമ്മൾ റെങ്കൂൺ ആയിട്ട് പറയുന്നത്. അപ്പൊ റെങ്കൂണിലേക്ക് എക്സൈൽ ചെയ്യുകയും അവിടുത്തെ റെങ്കൂൺ ജയിലിലാണ് പുള്ളിക്കാരനെ ഷോട്ട് ഡെഡ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ്, റെങ്കൂൺ ജയിലിലാണ്. ഇൻ 1862 റെങ്കൂൺ ജയിലിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1857 റിവോൾട്ടിന് ശേഷം ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷ് എവിടോട്ടാണ് എക്സൈൽ ചെയ്തത്, ടു റെങ്കൂൺ. ഓക്കെ, മ്യാൻമർ ആണ്, ഇന്നത്തെ മ്യാൻമർ. ഓക്കെ, പുള്ളിക്കാരൻ മരണം എവിടെയായിരുന്നു, റെങ്കൂൺ ജയിലിൽ ഇൻ 1862. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മുടെ എക്കണോമിക്സ് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതായത് BOP എന്ന് പറയുന്നത്, അത് BOP is a systematic record of all economic transactions between a country's residents and the rest of the world in a given period. അതായത് രണ്ട് കൺട്രീസ് തമ്മിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും എക്കണോമിക് ട്രാൻസാക്ഷൻസും ഒരു സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കൺട്രീസ് തമ്മിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റിന് രണ്ട് അക്കൗണ്ട് ആണ് വരുന്നത്. ഒന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട്, രണ്ട് മെയിൻ അക്കൗണ്ട്സ്. ആൻഡ് ഓൾസോ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. അതായത് അതിന് ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും, അതിൽ ഡെബിറ്റ് സൈഡും ഉണ്ടാവും. ആൻഡ് ഈ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് വരുന്നത്, ഇൻഫ്ലോ ഓഫ് മണിയാണ്. ഇൻഫ്ലോ ഓഫ് മണി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മളിവിടെ നിന്ന് ഓരോന്നും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ ഗുഡ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇൻഫ്ലോ ഓഫ് മണിയാണ് ഉണ്ടാകുന്നത്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഡെബിറ്റ് സൈഡ് വരുന്നുണ്ട്. ഈ ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്, നമ്മുടെ ഔട്ട്ഫ്ലോ ഓഫ് മണി. നമ്മൾ ഓരോന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ഫ്ലോ ഓഫ് മണിയാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഓരോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ഫ്ലോ ഓഫ് മണിയാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് തന്നെ രണ്ട് മെയിൻ അക്കൗണ്ട്സ് വരുന്നുണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ആണ്. ആൻഡ് ഈ കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഡ്സ് ആൻഡ് സർവീസസും, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ട്രേഡിന്റെ റെക്കോർഡ്സ് ആണ് നമ്മളിവിടെ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സാധനങ്ങളുടെയും സേവനം, ഗൂഡ്സ് ആൻഡ് സർവീസ്, ട്രേഡ് ഇൻ ഗൂഡ്സ് ആൻഡ് സർവീസ് ആണ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് നമ്മുടെ എന്താ സ്റ്റോക്ക്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യെസ്, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ് ഹെൽപ്സ് അസസ് എ കൺട്രീസ് ഇന്റർനാഷണൽ എക്കണോമിക് പൊസിഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് എക്സ്ചേഞ്ച് റേറ്റ്, മോണിറ്ററി പോളിസി ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ BOP എന്താണ്, BOP ഇസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു കൺട്രീസ്, ഓർ ബിറ്റ്വീൻ എ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ എ ഗീവൺ പീരീഡ്. എൻ്റെ രണ്ട് മെയിൻ അക്കൗണ്ട്സ് ആയിട്ട് വരുന്നത് ഈസ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രേഡ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ട്രാൻസ്ഫറിന്റെ ട്രേഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാനൊരു ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ഇനിയും ഷോർട്ട് വീഡിയോസ്, ബാക്കിയുള്ള ഷിഫ്റ്റുകളുടെ അനാലിസിസിന്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.